അല്ലേ? എവിടേക്കാ നിങ്ങൾ കൊണ്ടുപോകുന്നത് ഈ രാജ്യത്തിലെ മുസ്ലിമീങ്ങളെ? എന്നിട്ടോ സ്വലാത്തിന്റെ പേരിൽ തട്ടിപ്പാൽ. പരസ്യം എന്താ? സ്വലാത്തിന്റെ പരസ്യം അപ്പുറത്ത്, ഇപ്പുറത്ത് സ്വലാത്തിന്റെ പരസ്യ. എന്താ സുഹൃത്തുക്കളെ, സ്വലാത്ത് ചെല്ലലിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? സ്വലാത്ത് ചെല്ലൽ വളരെ പുണ്യമുള്ള സംഗതി. അവര് പറയുന്നത് മൗലൈമാര് സ്വലാത്ത് ചെല്ലൂല, ഇവർക്ക് സ്വലാത്തിനോട് അലർജിയാണ്. കാരണം റസൂലുള്ള ഇവർക്ക് ഏറ്റവും വെറുപ്പുള്ള ആളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ പാടില്ലെന്നാണ് ഇവര് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മുജാഹിദുകളാണ് ഇവിടെ സ്വലാത്ത് ചൊല്ലാൻ പറയുന്നവര്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സ്വലാത്തിന്റെ പോരിശ എന്താ? റസൂലുള്ളാഹി പറഞ്ഞില്ലേ, എന്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് 10 ഗുണം പ്രതിഫലം നൽകുന്നതാണ്. അള്ളാഹുടെ പൊരുത്തം ഉദ്ദേശിച്ചിട്ട് ആ സ്വലാത്ത് ചെല്ലേണ്ടത് അല്ലേ? അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്. ഇനി ആർക്കും തർക്കല്ല. പക്ഷെ ഇവരുടെ സ്വലാത്ത് നഗറിലെ സ്വലാത്ത് എന്തിനാ? ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സ്വലാത്ത് ചെല്ലാനാണ് പറയുന്നത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സ്വലാത്ത് ചെല്ലാൻ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എഴുതുകയാണ്, സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഭൗതിക നേട്ടം മാത്രം ഒരാൾ ഉദ്ദേശിച്ചു, അതല്ലെങ്കിൽ ലോകമാന്യത്തിന് വേണ്ടി ആളുകളുടെ ഇടയിൽ ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഒരാൾ സ്വലാത്ത് ചൊല്ലി, എന്നാലും അതിന്റെ പ്രതിഫലമുണ്ട്. ഭൗതികമായ പ്രതിഫലത്തിന് പുറമെ അർഹമായ പ്രതിഫലം ആഖിറത്തിലും നൽകും. നോക്കണം, നിങ്ങൾ ഇങ്ങനെയുണ്ട് ഇസ്ലാമിലൊരു ഇബാദത്ത്. സുഹൃത്തുക്കളെ, ഒരാൾ കാണാൻ വേണ്ടി നിസ്കരിച്ചാൽ എന്താ അതിന്റെ വിധി? ഒരാൾ കാണാൻ വേണ്ടി നോമ്പ് നോറ്റാൽ എന്താ അതിന്റെ വിധി? അത് മഹാപാതകമല്ലേ, ഹറാമല്ലേ? എന്നിട്ട് ആ പ്രവർത്തനത്തെ ഇസ്ലാമികമായിട്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ, എന്തിന്? പേര് കിട്ടാൻ, കാശ് കിട്ടാനൊക്കെ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും അതിന് കൂലിയുണ്ട് എന്ന് കാന്തവരെ എഴുതാൻ. അതാണ് ഇവരെ സ്വലാത്ത് നഗറുകളിലൊക്കെ നടക്കുന്നത്. സ്വലാത്ത് നഗറുകളിലൊക്കെ നടക്കുന്നത് അതാണ്. സ്വലാത്ത് നഗർ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് അല്ല ചൊല്ലണത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാണ്. ഈ സ്വലാത്ത് തങ്ങളുടെ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് കാണാം. എന്താ പറയണറിയോ? നബിനെ വിളിച്ചിട്ട് 27 രാവിലെ മുപ്പര്, തങ്ങളെ തങ്ങളെ നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ലേ? തങ്ങളെ. ഏതാ തങ്ങള്? റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറയാണ്, തങ്ങളെ നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ലേ? ഞങ്ങൾക്ക് കൂലി തരണം തങ്ങളെ, രക്ഷിക്കണം തങ്ങളെ. അള്ളാഹിനോട് ദുആ ചെയ്യും പോലെ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ അവരുടെ സ്വലാത്ത് മജ്ലിസ്. ആ രംഗം നിങ്ങളൊന്ന് കാണുക സുഹൃത്തുക്കളെ. ഇവരുടെ ഒരു തങ്ങളും അനുയായികളും കൂടെ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് നേരിട്ട് പ്രാർത്ഥിക്കുന്ന രംഗം ഇതാ കളവ് പറയാത്ത ഈ യന്ത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആ ഭാഗം നിങ്ങളൊന്ന് ശരിക്ക് കാണുക. സ്ക്രീനിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. നീ അവസരം തരണയല്ല, അങ്ങ് മദീനത്ത് കിടക്കുന്ന തങ്ങള് സാധുക്കളാണ് തങ്ങള്. ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്. ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്ന തങ്ങള്, ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങള്, ഞങ്ങളെ ബേജാററിയുന്ന തങ്ങള്. ഞങ്ങൾക്ക് പരിഹാരം വേണം തങ്ങള്. വിഷമങ്ങളുണ്ട് തങ്ങള്, പ്രയാസങ്ങളുണ്ട് തങ്ങള്, പ്രായമായ പെൺമക്കളുണ്ട് തങ്ങള്, ഒരുപാട് കടമുണ്ട് തങ്ങള്. എത്രയോ കാര്യം റബ്ബിനോട് ഞങ്ങൾ എണ്ണി പറഞ്ഞല്ലോ തങ്ങള്. ഇതിനൊക്കെ ഞങ്ങൾക്ക് ഫത്ഹ് വേണം തങ്ങള്, വിജയം വേണം തങ്ങള്, ഇജാബത്ത് വേണം തങ്ങള്. ഞങ്ങൾ ദോഷികളാണ് തങ്ങള്, പാപികളാണ് തങ്ങള്. പാവങ്ങളൊക്കെ അള്ള പൊറുക്കണം തങ്ങള്, റെക്കമെൻഡ് ചെയ്യണം തങ്ങള്, സഹായിക്കണം തങ്ങള്, കൈപിടിച്ച് രക്ഷിക്കണം തങ്ങള്. ഞങ്ങൾ വഷളാക്കല്ല തങ്ങള്. മത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, അവിടുത്തെ സ്നേഹിച്ച് കൂടിയവരാണ് തങ്ങള്. ഇത്ര ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്. ഇത്ര മണിക്കൂറായിരിക്കുന്നു തങ്ങള്. കരുണയുടെ നോട്ടം വേണം തങ്ങള്, അവിടുത്തെ പൊരുത്തം വേണം തങ്ങള്. ഞങ്ങളെ ഹായിബാക്കല്ല തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, അത്താണിയായ തങ്ങള്. ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണ തങ്ങള്. അവിടുത്തെ ശുപാർശ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്. ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്. മൊത്തങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള തങ്ങള്. ഞങ്ങൾ ഉമ്മയായ തങ്ങള്, ഉപ്പയായ തങ്ങള്, താണിയായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചവരാണ് തങ്ങള്. ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്. വാങ്ങിത്തരണ തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്. അതിന്റെ പ്രതിഫലം വേണം തങ്ങള്. 1000 മാസവും വേണം തങ്ങള്. അതിനൊന്നും കുറയരുത് തങ്ങള്. ഞങ്ങൾക്ക് വേണം തങ്ങള്. സാധുക്കളാണ് തങ്ങള്, ദുഃഖിൽ നിന്ന് വന്നവരാണ് തങ്ങള്, ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്. ആ
അമലുകളില്ല തങ്ങള്, കുറവാണ് തങ്ങള്. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കണം തങ്ങള്. ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കണം തങ്ങള്. മുത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്. ഞങ്ങളെ കൈവടിയല്ല തങ്ങള്. സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. കത്താതെ തങ്ങളെ കണ്ണു വെച്ച് കൊടുത്ത തങ്ങള്. കത്താതെ തങ്ങളെ കണ്ണു വെച്ച് കൊടുത്ത തങ്ങള്. കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്. പൂർണ്ണചന്ദ്രൻ 2 പിളർപ്പാക്കിയ തങ്ങള്. ഇത്രയോ മുഅ്ജിസത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്. ലോകത്തിന്റെ റഹ്മത്തായി വന്ന തങ്ങള്. റഊഫായ തങ്ങള്. റഊഫായ തങ്ങള്. റഊഫായ തങ്ങള്. റഊഫായ തങ്ങള്. സാധുക്കളാണ് തങ്ങള്. സാധുക്കളാണ് തങ്ങള്. കൈവടിയല്ല തങ്ങള്. സാധുക്കളാണ് തങ്ങള്. രക്ഷിക്കണം തങ്ങള്. നിങ്ങളെ രക്ഷിക്കണം തങ്ങള്. നിങ്ങളെ രക്ഷിക്കണം തങ്ങള്. അത് വലിയ വളർമയുള്ള തങ്ങള്. ഉള്ള സ്നേഹിച്ച തങ്ങള്. ഒരാര്യപടയ തങ്ങള്. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്. ഇതുடைய തങ്ങള്. അവരുടെ തങ്ങള്. അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങള്. സാധുക്കളാണ് തങ്ങള്. നിങ്ങളെ കൈവടിയല്ല തങ്ങള്. ആദികളാണ് തങ്ങള്. ദോഷികളാണ് തങ്ങള്. രക്ഷപ്പെടുത്തണ തങ്ങള്. സുഹൃത്തുക്കളെ, ഇത് കണ്ട് ചിരിക്കുകയല്ല വേണ്ടത്, കരയണം. ഈ ഉമ്മത്തിലെ ഒരു പണ്ഡിതൻ സഖാഫിയാണ് നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്നത്, ആരാ മുത്ത് റസൂല് പറഞ്ഞിട്ടുണ്ട്, ഓ നബിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് പറയുന്നുവല്ലോ, നബിയേ പറയണം, നബിയേ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയേ, തങ്ങൾ ഈ സമൂഹത്തോട് ഉറക്കെ പ്രഖ്യാപിക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ അവരിൽ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല. ആ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ടല്ലേ ഈ മുസ്ലിയാരിൽ നിന്ന് അലറുന്നത്. കൂടെയതാ കുറെ ചോറ്റുപട്ടാളവും സ്റ്റേജിൽ തന്നെ ഇരുന്നിട്ട് അലറുന്നു, കണ്ണുനീര് പൊഴിക്കുന്നു. റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, ഞങ്ങൾ അള്ളാഹിനോട് കുറെ പറഞ്ഞു നോക്കി തങ്ങളെ, നിങ്ങളോട് പറയാണ് തങ്ങളെ, കേട്ടോ നിങ്ങളതില്. അങ്ങനെ കുറെ പറഞ്ഞു റസൂലുള്ളാഹിനെ, റഊഫായ തങ്ങളെ എന്നിങ്ങനെ പറഞ്ഞ്, സാധുക്കളാണ് തങ്ങളെ, കഷ്ടപ്പെടുന്നു തങ്ങളെ എന്നിങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനോട് വിളിച്ചു ദുആ ചെയ്യുന്ന ഇവറ്റകളെ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂല് കണ്ടാൽ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം മുക്കിക്കൊടുക്കുമ്പോ ഇതാ ഇതുപോലെയുള്ള ഈ പുരോഹിത പാതിരിമാര് നാളെ റബ്ബിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പോ പുന്നാര റസൂല് പറയും അവരോട്, സുഹഖൻ സുഹഖൻ സുഹഖാ, ഗോബേക്ക് പുറത്തേക്ക് പോടാ, മാറിപ്പോടാ എന്ന് ഇത്തരത്തിലുള്ള തങ്ങന്മാരോട് പറയും, ഈ മുസ്ലിയാക്കന്മാരോട് പറയും. കാരണം അവർ റസൂല് പഠിപ്പിക്കാത്ത ആശയം പഠിപ്പിച്ചതാണ്. മുത്തുനബി റബ്ബിനോടല്ലാതെ ദുആ ചെയ്തിട്ടില്ല. സ്വഹാബത്ത് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്തിട്ടില്ല. ഇതിനു വേണ്ടിയാണ് ഇവർ 27-ാം രാവിൽ പാടത്തേക്ക് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പള്ളിയിൽ ഇഅ്തികാഫിരിക്കേണ്ട നേരത്ത് മൈതാനത്ത് വന്നിട്ട് ഇവര് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് തേടുന്നു. ഇത് ഇസ്ലാമാണോ സുഹൃത്തുക്കളെ? ഇനി ഇവരുടെ ദിക്റിന്റെ കോലെന്താ? ഇവര് നമ്മളെ പറഞ്ഞു കളിയാക്കാറുണ്ട്, മുജാഹിദിന് ദിക്റില്ല, നമ്മൾക്കേ ദിക്റുള്ളൂ. അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കാനാളമായി നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ, പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ തസ്ബീഹ് വർദ്ധിപ്പിക്കണേ എന്ന് പടച്ച തമ്പുരാൻ നമ്മളോട് പറഞ്ഞല്ലോ. ദിവസവും നമ്മൾ അല്ലാഹുവിന് നേരം വെളുത്തി എഴുന്നേറ്റ് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളിൽ നമുക്ക് ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. ഈ ഉള്ളവന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇസ്ലാമിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ, പ്രകീർത്തനങ്ങൾ എന്ന ഒരു ഓഡിയോ കാസറ്റിന്റെ ശേഖരം, അതുപോലെ തന്നെ വീഡിയോ CD-യുടെ പരമ്പര 20ഓളം CD-കളിലും 20ഓളം ഓഡിയോ കാസറ്റിലുമാക്കിയിട്ട് ഇപ്പോൾ രംഗത്തുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗങ്ങളും ഇനി ഇൻഷാ അല്ലാഹ് ഷാർജയിൽ പോയിട്ട് അവതരിപ്പിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾ വിദേശത്തു നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവന്ന് കേൾക്കണം. കാരണം മുജാഹിദിന് ദിക്റില്ല എന്നാണ് പ്രചരണം.
മുജാഹിദിന് ദുആയില്ലെന്നാണ് പ്രചരണം. എന്നിട്ടോ ഇവര് ചൊല്ലുന്ന ദിക്റോ അള്ളാഹുവിന് പരിചയമുള്ള ദിക്റാണോ, റസൂലുള്ളാഹിക്ക് പരിചയമുള്ള ദിക്റാണോ, സ്വഹാബത്തിന് പരിചയമുള്ള ദിക്റാണോ? ഇവര് ചൊല്ലുന്ന സ്വലാത്ത് അള്ളാഹുവിന്റെ റസൂലിന് പരിചയമുണ്ടോ? സിദ്ദീഖുൽ അക്ബറിന് പരിചയമുണ്ടോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പരിചയമുണ്ടോ? നാരിയ സ്വലാത്ത് മുഹമ്മദ് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയതാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നാരിയ സ്വലാത്ത് അറിയുമോ? ഉമർ ഖത്താബ് തങ്ങൾക്ക് നാരിയ സ്വലാത്ത് അറിയുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നാരിയ സ്വലാത്ത് അറിയുമോ? അലിയാരി തങ്ങൾക്ക് നാരിയ സ്വലാത്ത് അറിയുമോ? ഷാഫി ഇമാമിന് നാരിയ സ്വലാത്ത് അറിയുമോ? ഹംബലി ഇമാമിന് നാരിയ സ്വലാത്ത് അറിയുമോ? ഹനഫി ഇമാമിന് നാരിയ സ്വലാത്ത് അറിയുമോ? മാലിക്കി ഇമാമിന് നാരിയ സ്വലാത്ത് അറിയുമോ? ആരാണ് ഈ സ്വലാത്ത് കെട്ടി ഉണ്ടാക്കിയത്? പിൽക്കാലത്ത് ഒരാൾ ഉണ്ടാക്കിയ സ്വലാത്തല്ലേ? ഇത് ചൊല്ലാനാണോ നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ശട്ടം കെട്ടിക്കുന്നത്? എന്നാൽ മുസ്ലിമീങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരുപാട് സ്വലാത്തുകളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പോരിശയുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഇബ്രാഹിമിയ. അത് മുത്തുനബി ഞങ്ങളോട് പഠിപ്പിച്ച സ്വലാത്താണ്. സഹാബത്ത് ചോദിച്ചല്ലോ, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? അതാ മുത്തുനബിയുടെ തിരുനാവിൽ നിന്നൊരു സ്വലാത്ത് ഉതിർന്നു വീഴുന്നു. ഖൂലൂ, നിങ്ങൾ പറഞ്ഞോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ കൂടിയ ശ്രോതാക്കളോട്, ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ മുഴുവൻ മുസ്ലിമീങ്ങളോടും എന്നോടെന്ന പോലെ ഒരു വസിയത്ത് പറയട്ടെ. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ. എവിടെയാണെങ്കിലും നിങ്ങളത് ചൊല്ലിക്കോ. ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും നിങ്ങൾ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. 1-ന് 10 പ്രതിഫലമുള്ള ഇബാദത്താണ്. മൻ സല്ലാ അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു അവന് 10 ഗുണം പ്രതിഫലം നൽകുന്നതാണെന്ന് ആരംഭ റസൂൽ ഹബീബായ റസൂലുള്ളാഹി പറയുമ്പോ, സുഹൃത്തുക്കളെ, നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഉമ്മമാരെ, നിങ്ങൾ അതിനിടയിൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ. തൊഴിൽശാലകളിൽ അതല്ലാത്ത നിലക്കുള്ള പണികൾ എടുക്കുന്ന തൊഴിലാളികളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ. വാഹനങ്ങളിൽ കാറോടിച്ചു പോകുന്ന ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ. ബസ് വെയിറ്റിംഗ് ഷെഡിൽ നിങ്ങൾ ബസ് കാത്തു നിൽക്കുന്ന നേരത്ത് സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ചൊല്ലിക്കോ. നമ്മുടെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. അതിലാർക്കും തർക്കല്ല. പക്ഷേ ഈ കള്ള സ്വലാത്തുകൾ ചൊല്ലണ്ട, നാരിയ സ്വലാത്ത് ചൊല്ലണ്ട, കമാലിയ ചൊല്ലണ്ട, താജുസ്സലാത്ത് ചൊല്ലണ്ട. അങ്ങനെ കുറെ സ്വലാത്തുകൾ ഉണ്ടല്ലോ. ഇവർക്ക് അത് ഇസ്ലാമിലുള്ള സ്വലാത്തല്ല. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. അതേപോലെ ഇവർക്ക് കുറെ ദിക്റുണ്ട്. അത് റസൂലുള്ളാഹിക്ക് പരിചയമുള്ള ദിക്റല്ല, സ്വഹാബത്തിന് പരിചയമുള്ള ദിക്റല്ല. ഇവരുടെ ദിക്ർ എന്താണ്? ലാ 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 ദിക്ർ. പിന്നെയോ അല്ല അല്ല, ഭ്രാന്തൻ ദിക്ർ. ഇല്ല ഇല്ല. പിന്നെ മുലയമാരൊക്കെ കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് എത്ര വട്ടം? 313 വട്ടേ. ഇതാണ് ചൊല്ലിയ അങ്ങനെ ഉണ്ടാവും. പിന്നെ അടുത്ത ദിക്ർ എന്താ? ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ നാക്ക ഇല്ലല്ലാ, ലാ പല്ല ഇല്ലല്ലാ. അറബി തന്നെ ചൊല്ലിത്തരാം. ഇത് മൗലീദ് കിതാബാ. തമിഴനുണ്ടാക്കിയ മൗലൂദൊന്നുമല്ല, തമിഴന്റെ മൗലൂദല്ല. ഇത് കാന്തപുരം മർക്കസിലെ, പറഞ്ഞുതരാം, കാന്തപുരത്തിന്റെ മർക്കസിലെ ഏറ്റവും വലിയ മൗലിദ് കിതാബ് 366 വക. ഈ 366 വക മുജാഹിദ് അടിച്ചോന്നുമല്ല. ധാരാ പ്രകാശനം ചെയ്യുന്നത് കേട്ടോളൂ. മൗലിദ് കിതാബ് മർക്കസ് മുദരിസ് അബ്ദുൽ അസീസ് സഖാഫി KVK ബുഖാരിക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു. അപ്പോ ബുഖാരിക്ക് നൽകിയിട്ട് പ്രകാശനം ചെയ്തതാണ് മർക്കസിലെ ഉസ്താദ് സഖാഫി. ഇതിലത്തെ ഒരു ദിക്ർ കേട്ടോളി. കുറച്ച് ക്ഷമിച്ചിരിക്കുക. എന്താണെന്നറിയോ, ഇനിയുണ്ട് കുറെ ക്ലിപ്പ് കാണിക്കാൻ. ഡിസ്കോ ദിക്റൊക്കെ ഉണ്ട് വരാൻ പോലെ. അപ്പൊ അതിന്റെ മുമ്പ് തന്നൊരു ചൊല്ലിത്തരാ. എന്താണെന്നറിയോ, എന്താ ഇതിൽ കാരണം? ബീരാനൗലിയപ്പാപ്പാട് ദിക്റ.
അൻതല്ലദീ അല്ലംതനാ ലാ ഐന ഇല്ലല്ലാഹ് അൻതല്ലദീ അല്ലംതനാ ലാ അൻഫാ ഇല്ലല്ലാഹ് അൻതല്ലദീ അല്ലംതനാ ലാ ഉദുനാ ഇല്ലല്ലാഹ് അൻതല്ലദീ അല്ലംതനാ ലാ സംആ ഇല്ലല്ലാഹ്. ഈ കുറേ പോന്നാൽ അൻതല്ലദീ അല്ലംതനാ ലാ ബത്നാ ഇല്ലല്ലാഹ് അൻതല്ലദീ അല്ലംതനാ ലാ ലിസാനാ ഇല്ലല്ലാഹ് അൻതല്ലദീ അല്ലംതനാ ലാ ശജറാ ഇല്ലല്ലാഹ് അൻതല്ലദീ അല്ലംതനാ ലാ ഹജറാ ഇല്ലല്ലാഹ്. എത്രയാണ് എന്താ ഈ പറഞ്ഞത്? അതിന്റെ പരിഭാഷയാണ്. ഇനി അറബി വായിച്ചിട്ട് തീരുകയില്ലെങ്കിൽ അതിന്റെ പരിഭാഷ എന്ന് കേട്ടോളി. എന്താണ് പരിഭാഷയിൽ അർത്ഥം കൊടുത്തത്? പരിഭാഷയിൽ പറയുന്നു, കൃത്യമായിട്ട് കാണാം. ലാ കണ്ണ ഇല്ലല്ലാഹ് ലാ മൂക്ക ഇല്ലല്ലാഹ് ലാ കയ്യ ഇല്ലല്ലാഹ് ലാ കാല ഇല്ലല്ലാഹ് ലാ ഖൽബ ഇല്ലല്ലാഹ് ലാ പള്ള ഇല്ലല്ലാഹ് ലാ ശജറ ഇല്ലല്ലാഹ് ലാ ഹജറ ഇല്ലല്ലാഹ് ലാ ഇൻസ ഇല്ലല്ലാഹ്. അവച്ചിരിഞ്ഞ് ഇവിടെ വേറെ വരും. അപ്പൊ ഇതൊക്കെ മൂപ്പര ദിക്റ. അങ്ങനെ ഒരാളെത്തി ഒന്ന് നോക്കുമ്പോ അയാൾ മുച്ചീട്ട് കളിക്കുകയാണ്. മുച്ചീട്ട് കളിക്കുമ്പോ അയാൾക്ക് വീരാനൗലിയ പാപ്പ ചൊല്ലിക്കൊടുത്ത ദിക്ർ ലാ മുച്ചീട്ട ഇല്ലല്ലാഹ്. അപ്പൊ ഒരാളിങ്ങനെ ചുമക്കണ്, കൊരക്കുക എന്നറിയും ഞങ്ങളുടെ നാട്ടിൽ. പട്ടിയല്ല, മനുഷ്യനെ കൊരക്കുകയാണ്. അപ്പൊ അയാൾ കൊര മാറാൻ എന്താ ദിക്ർ? കൊര മാറാനുള്ള ദിക്ർ ലാ കുര ഇല്ലല്ലാഹ്. എത്ര വട്ടം? ലാ കുര ഇല്ലല്ലാഹ് എത്ര വട്ടാന്നറിയോ? 10,000 വട്ടം. ലാ കാത ഇല്ലല്ലാഹ് 10,000. ലാ നാക്ക ഇല്ലല്ലാഹ് 1,00,000 വട്ടം. ലാ പുക്കള ഇല്ലല്ലാഹ് 6,00,000. ലാ തല വല വാല ഇല്ലല്ലാഹ് 1,00,000. ഇത് നിങ്ങളെ ദിക്റല്ലേ? നിങ്ങൾ പ്രകാശനം ചെയ്ത പുസ്തകല്ലേ? ഈ ദിക്ർ ചൊല്ലാത്തീന ഞങ്ങളെ ദിക്ർ വിരോധികൾ എന്ന് പറയുന്നത്? തീർന്നില്ല. നീ ഭരിക്കേണ്ട ഒരു ആടിയിട്ടുള്ള ഒരു ദിക്ർ. അതിനാ ഞാൻ ഡിസ്കോ ദിക്ർ എന്ന് പറഞ്ഞത്. ഇരുന്നാണ്ട് ജതുബളകണ കുറെ ദിക്റുണ്ട്. ആകെ മനുഷ്യനെ അജബാക്കി കളയുന്ന ദിക്ർ. ഇത് മുജാഹിദുകൾ അംഗീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന് പരിചയമല്ല. ഇതാ പറഞ്ഞതെന്ത്? നിങ്ങളും നിങ്ങളുടെ പിതാക്കളും കേൾക്കാത്ത ചില വർത്തമാനങ്ങളുമായിട്ട് ചില കള്ളന്മാര് രംഗത്ത് വരുമ്പോ നിങ്ങളവരെ സൂക്ഷിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂലിനോ സഹാബത്തിനോ ലാ കണ്ണ ഇല്ലല്ലാഹ് ലാ ഐന ഇല്ലല്ലാഹ് പരിചയമല്ല, ആടി ദിക്ർ പരിചയമല്ല, അല്ലാഹുവോന്ന് വിളിച്ച് അലറുന്ന ദിക്ർ പരിചയമില്ല. എങ്കിൽ ഇവരുടെ തന്നെ ഹോജാക്കന്മാരുടെ ചില ആട്ട ദിക്റുകള്, പാറ്റക്കഴുങ്ങിനെ ആട്ടം പിടിച്ചില്ല ഒരു മുലമാരിങ്ങനെ ആടുക. കഴുങ്ങ് കണ്ടിട്ടില്ല നിങ്ങള്? എങ്ങനെ നീണ്ടു പോയിട്ട് ആട്ടം പിടിച്ചാണ്ട് ആട്ടം എന്നമാതിരി ആടിയിട്ടാണ് ആകെ അങ്ങോട്ട് തകർത്താടുകയാണ് സ്റ്റേജില്. കേട്ടോളി നിങ്ങൾ ആ ദിക്റിന്റെ ഡിസ്കോ ദിക്റിന്റെ ചില മോഡലുകൾ കൂടി കേട്ടിട്ട് അതുകൂടി ഒന്ന് വിലയിരുത്താനും. عزك دائم ملكك دائم 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 عزك دائم ملكك عزك دائم يا الله. لا إله إلا الله 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 لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم 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 حي يا قيوم
അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പുറക്കത് ഒരാള് ദുആ ചെയ്തപ്പോ പറഞ്ഞു, നിങ്ങൾ പൊട്ടനെയല്ല ചെകിട് പൊട്ടനെയല്ല വിളിക്കണത് അള്ളാഹനെയാണ്. ഇവര് ദിക്റ് കേട്ടിട്ടുണ്ടെങ്കിൽ പരിസരത്തൊക്കെ മനുഷ്യനോ പശുക്കളോ ആടൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ഓടിപ്പോകും. കാരണം ഐറ്റങ്ങൾക്ക് ഇവരെ കാണാൻ ബുദ്ധിയുണ്ട്. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഉലായിക്കൽ അന്നാം, ഇവര് നാക്കാലികളെ പോലെയാണ്. നാക്കാലിനെ പറഞ്ഞ അതിന് വിഷമാവും വിചാരിച്ചു, ബൽഹും അവല്, അതിനേക്കാൾ മോശാണ്. ഇവര് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക. ഇവരാണോ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സ്വലാത്ത് നഗറിലെ തങ്ങന്മാര്? ആ തങ്ങന്മാര് ഇത് പറയുമ്പോ പറയും, ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആൾക്കാരൊക്കെന്നറിയോ? ഈ പൂരത്തെറിയില്ലേ, ഈ നാടകല്ലേ, ഈ നൃത്യങ്ങളില്ലേ, ഈ ഡിസ്കോ ഇല്ലേ, ഈ പ്രാർത്ഥനല്ലേ, ഇതിനൊക്കെ അംഗീകാരം കൊടുത്ത നിങ്ങളുടെ നേതാക്കന്മാരെ ജീവനോടെ ഇതിൽ കാണിക്കുന്നുണ്ട്. കാണുക നിങ്ങൾ. ആരൊക്കെയാ? കാന്തപുരണ്ട്, കാന്തപുരത്തിന്റെ പുതിയാപ്പുള സി മുഹമ്മദ് ഫൈസി ഉണ്ട്, പാറന്നൂര് മൊയ്തീൻകുട്ടി മുസ്ലിയാരുണ്ട്. എല്ലാം നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ആ സിഡിയിൽ തന്നെ ഇതിന് അഭിവാദ്യം അർപ്പിച്ച നേതാക്കന്മാരാണ്. ഇവരുടെ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ തോന്നിയാസം ഇതാണോ നിങ്ങളുടെ ദിക്ർ? ഇതാണോ ഇസ്ലാം? എന്നിട്ട് സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് ഇവര് ഗ്രൗണ്ടിൽക്കാ ജനങ്ങളെ വിളിക്കുന്നത്. ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ വളരെ വിനയത്തോടു കൂടി ചോദിക്കട്ടെ, റസൂലുള്ളാഹിയുടെ കാലത്ത് ഏത് ഗ്രൗണ്ടിലേക്കാണ് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ആണും പെണ്ണും പോയത്? നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? നിങ്ങൾ ചോദിക്കലുണ്ടല്ലോ, റസൂലുള്ളാഹിയുടെ കാലത്ത് ഏത് പെണ്ണിലേക്ക് ഏത് പെണ്ണാ പോയത്? ഞങ്ങൾക്ക് ഒരുപാട് തെളിവുണ്ട്. അള്ളാഹുയുടെ റസൂലിന്റെ കാലത്ത് ആയിഷ ബീവി ഏത് മൈതാനത്തേക്കാ സ്വലാത്തി എല്ലാം പോയത്? അബൂബക്കർ സിദ്ദീഖ് ഏത് മൈതാനത്തേക്കാ സ്വലാത്തി എല്ലാം പോയത്? 27 രാവിലോ അല്ലാത്തതോ ആവട്ടെ, ഏത് രാത്രിയിലാ പോയത്? സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ആണും പെണ്ണും ഒക്കെ പാടത്ത്. എന്നിട്ട് ലക്ഷങ്ങൾ പങ്കെടുത്തു. മക്കയും മദീനയും കഴിഞ്ഞാല് മൂന്നാമത്തെ വലിയ സ്ഥലമാണ് ഇത്രേ. കോണോമ്പാറയും മുട്ടിപ്പടിയൊക്കെ സലാത്ത് നഗർ അല്ലേ? എന്നിട്ട് ആ സലാത്ത് നഗർ നിങ്ങൾക്ക് നടത്താം. അള്ളാഹുവിന്റെ റസൂൽ മൈതാനത്തേക്ക് പോകാൻ പറഞ്ഞത് നിങ്ങൾക്ക് പോയിക്കൂടാ. പോയി മൈതാനത്തേക്ക് പോകാൻ നബി പറഞ്ഞിട്ടുണ്ട് ഒരവസരത്തിൽ. അതെപ്പോഴാ? ഇതാ ഇനി വരുന്നു നമ്മുടെ മുമ്പിലേക്ക്. ആയുസുണ്ടെങ്കിൽ അള്ളാഹു നമുക്കൊക്കെ ആയുരാരോഗ്യം തരട്ടെ. ബലിപെരുന്നാൾ വരാൻ നിൽക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ നബി പറഞ്ഞു എല്ലാരോടും ഈദ്ഗാഹിലേക്ക് പോകാൻ, മൈതാനത്തേക്ക് പോകാൻ വേണ്ടി റസൂലുള്ള പറഞ്ഞവർ ആരാധനയാണ് പെരുന്നാള്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മദീനത്തെ പള്ളിയിൽ വെച്ച് ഒരിക്കൽ മാത്രമാണ് അത്രേ നിസ്കാരം നടന്നത്, ഈദ് നമസ്കാരം. ബാക്കി എല്ലാ പെരുന്നാളും പുറത്ത് മൈതാനത്താ നടത്തിയത്. അതിനിവിടെ മുസ്ലിയാക്കന്മാര് കളിയൊക്കെ. ആടും പശുവും പോത്തും ഒക്കെ മൂത്രയിക്കും കാഷ്ടിക്കും ചെയ്യണം, മൈതാനത്ത് വേണം ഇവർക്ക് ഈദ്ഗാഹ് നടത്താൻ. ഈദ്ഗാഹിനെ കളിയാക്ക. നിങ്ങൾക്കറിയോ നിങ്ങൾ ആരെയാ കളിയാക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലാ ഞങ്ങളോട് പഠിപ്പിച്ചത്. ഞങ്ങൾക്കൊരു നബിയുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലാ പഠിപ്പിച്ചത്. എന്ത്? പെരുന്നാളിന് പറഞ്ഞു എല്ലാവരും മൈതാനത്തേക്ക് പോകണം. പെണ്ണുങ്ങളോട് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും പോകണം. എത്രത്തോളം പറഞ്ഞു? മെൻസസ് പീരീഡിൽ നിസ്കരിക്കൽ നിഷിദ്ധമായ സമയത്ത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളോട് വരെ റസൂലുള്ള പറഞ്ഞു, നിങ്ങളും ആ ദിവസത്തിന്റെ ബറക്കത്ത് നേടാൻ, അവിടെ നടക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ, ആ പുണ്യം വാരിക്കൂട്ടാൻ വേണ്ടി നിങ്ങളും മൈതാനത്തേക്ക് പോകണം. നിസ്കാരത്തിന്റെ അവസരത്തിൽ മാത്രം നിങ്ങൾ മുസല്ലയിൽ നിന്ന് മാറി നിന്നാൽ മതി. ഫൽയഅ്തസിൽനൽ മുസല്ലാ, നിസ്കരിക്കുന്ന നേരത്തെ പെണ്ണുങ്ങൾ അങ്ങ് ബാക്കിലേക്ക് മാറട്ടെ. എന്നാലും വല്ലശ്ഹദനദഅവത്തൽ മുസ്ലിമീൻ, അന്ന് മുസ്ലിമീങ്ങൾ നടത്തുന്ന പുണ്യകരമായ പ്രവർത്തനത്തിൽ ആ പെണ്ണുങ്ങളും പങ്കുചേരട്ടെ എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് മൈതാനത്തേക്ക് വേണ്ടി റസൂലുള്ള ക്ഷണിച്ചപ്പോ ഈ മുസ്ലിയാക്കന്മാര് പറയുന്നു മൈതാന നിസ്കാരം പാടില്ല. റസൂൽ പറഞ്ഞ മൈതാനം അവർക്ക് പാടില്ല. സലാത്തിയല്ല നബി മൈതാനത്ത് പോകാൻ പറഞ്ഞിട്ടില്ല. എന്നാ ഞങ്ങൾ പോകും. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണല്ലോ നബി പറഞ്ഞതിന് നേരെ എതിര് ചെയ്യണല്ലോ. മൈതാനത്തേക്ക് സലാത്തിയെല്ലാം പോകാം. അങ്ങക്ക് എവിടുന്ന തെളിവ്? ലോകത്ത് ഒരു സഹാബ വനിത മൈതാനത്തേക്ക് സ്വലാത്തിന് പോയത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഇത് ഖബർസ്ഥാനിലെ വെല്ലുവിളിയല്ലല്ലോ. നിങ്ങളെ ഉമ്മറപ്പടിയിൽ വന്നിട്ടാ വെല്ലുവിളിക്കുന്നത്. ഇത് തെളിയിക്കാൻ കഴിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു പെണ്ണ് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ഏത് മൈതാനത്തേക്ക് പോയതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഏതെങ്കിലും ഒരു മൈതാനത്തേക്ക് പോയതായി ആരാ നിങ്ങൾക്ക് ഈ ദീന് പഠിപ്പിച്ചു തന്നത്? പെണ്ണുങ്ങൾ ദിക്റും സ്വലാത്തും ചെല്ലാൻ വേണ്ടി മൈതാനത്തേക്ക് പോയേ? നിങ്ങൾക്ക് പള്ളിയിൽ മാത്രം പെണ്ണിനെ പറ്റൂല. ഒരു പെണ്ണ് ഇസ്ലാമിന്റെ വേഷം ധരിച്ച് പള്ളിയിൽ വന്ന അവിടെ നിങ്ങൾക്കൊന്നും കിട്ടാലല്ലോ. പെണ്ണ് പള്ളിയിൽ വന്ന് നിസ്കരിച്ച ഓൾക്ക് കൂലി എന്നല്ലാതെ മൊയ്തേർക്കൊന്നും ഇല്ലല്ലോ. മറ്റേതങ്ങനെയല്ല. നിങ്ങൾക്ക് കവറും കൊണ്ടാ വരുന്നത്. സലാത്ത് നഗരിയിലേക്ക് വരുമ്പോ പൈസ കൊണ്ടുവരുന്നുണ്ട്, ചിറ്റു വരുന്നുണ്ട്, കാതിലുള്ളത് ഊരുന്നുണ്ട്, മാല തരുന്നുണ്ട്, ചെയിന് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവാ.
ഇതാണ് ഉമ്മതങ്ങന്മാരെ നിങ്ങൾ പഠിച്ചു വെച്ചോ. ഈ മുസ്ലിയാക്കന്മാര് നിങ്ങളെ പറ്റിക്കാണ്. നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളെ മയ്യത്തെ പള്ളിന്റെ ഉള്ളിൽ കയറ്റുള്ളൂ എന്ന് അവരുടെ വാശി. പള്ളി കയറ്റാൻ നിങ്ങളെ കാതിലത്തെ പൊന്നും വേണം, മാലയും വേണം. പക്ഷെ പള്ളി ഉണ്ടാക്കിയാലോ അതിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമല്ല. എന്നാ റസൂല് വിരോധിച്ചതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. റസൂല് വിരോധിച്ചോ? ഇല്ല. റസൂല് വിരോധിച്ചെങ്കിൽ എങ്ങനെ പിൽക്കാലത്ത് പോവുക? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കെ കുഞ്ഞാലി മുസ്ലിയാരുടെയും കീഴനാകുന്ന അബ്ദുള്ള മുസ്ലിയാരുടെയും നജീബ് മുസ്ലിയാരുടെ ഒക്കെ പുസ്തകങ്ങളിൽ പോയി തെളിവില്ലേ? ധാരാളം തെളിവുകളില്ലേ? ഒന്നും വിശദീകരിക്കാൻ സമയമല്ല. അപ്പൊ സുഹൃത്തുക്കളെ, പർദ്ദല്ലാത്ത സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങളൊരു പർദ്ദ കടം വാങ്ങിയിട്ടെങ്കിലും നിങ്ങൾ പോണെന്നാണ്. അതിന്റെ വിശദീകരണത്തിൽ കാണാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം പെണ്ണുങ്ങൾ ഈദ്ഗാഹിലേക്ക് പോകൽ സുന്നത്ത് മാത്രമല്ല വുജൂബാണ് എന്നാണ്. ഫത്ഹുൽ ബാരിയിലില്ലേ, പള്ളി ദർസിലില്ലേ കിതാബ് ഫത്ഹുൽ ബാരി, എടുത്ത് മറിച്ചു നോക്ക്, അവിടെ കാണാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം പെണ്ണുങ്ങൾ ഈദ്ഗാഹിലേക്ക് പോകൽ വുജൂബാണ് എന്നാണ്. അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, എന്താണ് നിങ്ങൾ ഈ ജനങ്ങളോട് എന്നിട്ട് പറയാ മൈതാനത്ത് നിസ്കരിക്കാൻ വഹാബി ആടും പോത്തൊക്കെ മൂത്രയിക്കും കാഷ്ടിക്കും ചെയ്യണ മൈതാനത്ത് അവരുടെ നിസ്കാരം. എന്നാ കേട്ടോ, നിങ്ങളുടെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ തന്നെ പറയുന്നു എന്ത് മൈതാനാണ് ഉത്തമെന്ന് പഠിച്ചു വെച്ചോ. ഇതാ ഇഹ്യാ ഉലൂമുദ്ദീൻ. നേരത്തെ നിങ്ങളുടെ റിസാല ഇസ്ലാം മതത്തിലെ ഉത്തമ ഗ്രന്ഥം എന്ന് പരിചയപ്പെടുത്തിയ ഇഹ്യാ, ആ ഇഹ്യാ ഉലൂമുദ്ദീനിൽ നിങ്ങൾക്ക് കാണാം. കേട്ടോളൂ, മക്കവും ബൈത്തുൽ മുഖദ്ദസും ഒഴികെയുള്ള രാജ്യങ്ങളിൽ, ശരിക്ക് ശ്രദ്ധിച്ചോ, മക്കയും ബൈത്തുൽ മുഖദ്ദസും ഒഴികെയുള്ള രാജ്യങ്ങളിൽ പെരുന്നാൾ നമസ്കാരത്തിന് മൈതാനിയിലേക്ക് പോകലാണ് ഏറ്റവും നല്ലത്. മഴയുള്ള ദിവസമാണെങ്കിൽ പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ വെച്ച് നടത്തുന്നതിന് ദൂഷ്യമില്ല. മഴ ഉണ്ടെങ്കിൽ പള്ളിയിൽ നടക്കുന്നതിന് തകരാറില്ല. അതല്ലെങ്കിൽ മക്കയും ബൈത്തുൽ മുഖദ്ദസും ഒഴികെയുള്ള രാജ്യങ്ങളിൽ പെരുന്നാൾ നിസ്കാരത്തിന് മൈതാനിയിലേക്ക് പോകലാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ പുകഴ്ത്തിയ ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ പരിഭാഷയിലില്ലേ, ഇവരൊക്കെ ആടുമ്പോത്തും മൂത്രയിക്കുന്നിടത്തേക്ക് പോകലാ ഉത്തമെന്നല്ലേ പറഞ്ഞത്? അല്ലേ? മിസ്റ്റർ പേരോട് ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ. എല്ലാ സ്ഥലത്തും ഇയാൾ നടന്നു വരെയാണത്. ആടും പോത്തും ഒക്കെ മൂത്രയിക്കും കാഷ്ടിക്കും ചെയ്യണ പറമ്പില അവരുടെ നിസ്കാരം. അത് നിസ്കാരല്ല, മീറ്റിംഗ് ആണ് എന്നൊക്കെ പറയാ. ഞാൻ കേട്ടോ, നിങ്ങളത് പറഞ്ഞില്ലേ? നീ തന്നെയല്ല സുഹൃത്തുക്കളെ, നേരത്തെ പറഞ്ഞില്ലേ, ഇവർക്കിതൊന്നൊരു വിഷയമല്ല. ഇവരങ്ങതിനെ എതിർക്കും ചെയ്യും, തക്കം കിട്ടിയ ഭരണ നടത്തും ചെയ്യും. ഇവർക്കാവുമ്പോ ഒക്കെ പറ്റും. അമ്മായി അമ്മക്ക് അടുക്കളയിലും ആവാ, മരുമോൾക്ക് പുറത്തു ആയിക്കൂടാന്നിട്ട് പണ്ടൊരിക്കലും. അക്കോലത്തിലാണ് വരുന്നത് സുന്നി വോയിസ്. സുന്നി വോയിസിന് വലിയൊരു ഹോജ ഷെയ്ഖ് ജിഫിരി തങ്ങള് കോഴിക്കോട് എപ്പോഴും ഈദ്ഗാഹ നടത്തുക, പള്ളിയല്ല. കേട്ടോളി, ജിഫിരി ഹൗസിന്റെ മുറ്റത്ത് പെരുന്നാൾ നമസ്കാരം നടന്നു വരുന്നു. കോഴിക്കോട്ടെ കച്ചവടക്കാരായ മുസ്ലിം പ്രമാണിമാരിൽ അധികവും ഇതിൽ പങ്കെടുത്തിരുന്നു. ജൗളി മുതലാളിമാർ, അരിക്കച്ചവടക്കാർ തുടങ്ങിയവരൊക്കെ പണ്ട് മുതലേ 7 മണിക്ക് മുമ്പ് തന്നെ പെരുന്നാൾ നിസ്കാരത്തിന് ജിഫിരി ഹൗസിലെത്തും. തിങ്ങി നിറയുന്ന ജനം മുറ്റവും കടന്ന് മക്കാമിന്റെ അറ്റം വരെ എത്താറുണ്ട്. സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളുടെ ലേഖനം. ഇവർക്ക് ജിഫിരി ഹൗസിന്റെ മുറ്റത്തൊക്കെ ഈദ്ഗാഹ് നടത്താം. തീർന്നില്ല, തലശ്ശേരി ഉണ്ടല്ലോ, തലശ്ശേരിയിൽ 70 കൊല്ലായി എന്നാണ്. ആദ്യത്തെ ഈദ്ഗാഹിന് 70 തികയുന്നു. മലയാള മനോരമ. അതാരാ നടത്തിയത്? ആരാണ് നേതൃത്വം കൊടുത്തത്? കേട്ടോളി, ഈദ്ഗാഹിൽ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയതും ഖുതുബ നടത്തിയതും തലശ്ശേരി ഖാളി കുടുംബത്തിലെ അംഗമായിരുന്ന സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങളായിരുന്നു. 70 കൊല്ലം മുമ്പ് നടന്ന കഥ പറയുന്നത്. ഇതൊക്കെ ഇപ്പൊ അവിടുത്തെ കഥ. ഈ സാക്ഷാൽ ഏപ്പികള് ഈദ്ഗാഹ് നടത്തുന്ന ചിത്രം ഒന്ന് കണ്ടോളി. ഇത് കണ്ടോ? ശനിയാഴ്ച രാവിലെ കോഴിക്കോട് മൂഴിക്കലിനടുത്ത് വിരിപ്പിൽ മൈതാനത്ത് നടന്ന പെരുന്നാൾ നമസ്കാരം. ധാരാ കേരളത്തിലെ മുസ്ലിമീങ്ങളൊക്കെ ഞായറാഴ്ച പെരുന്നാൾ ആഘോഷിച്ചപ്പോ ഒരു ദിവസം മുൻകൂട്ടിയിട്ട് കേരളത്തിലെ ഒരു പെരുന്നാൾ ആഘോഷിച്ചത് ഈ AP വർഗം മാത്രമാണ്. അവര് പോയി നടത്തിയത് എവിടെ? പാടത്ത്. പോത്തും ആടും പശുവൊക്കെ മൂത്രയിക്കുന്ന പാടത്ത് പോയിട്ട് നിൽക്കരിക്കാനുള്ള അവസരം ഇവർക്ക് കിട്ടി. ചിത്രസഹിതം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു. ഇവർക്കാണെങ്കിൽ എന്തു ആവാ. നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ പിൻപറ്റിക്കൊണ്ട് മൈതാനത്തേക്ക് പോയാൽ അത് ആടും പോത്തും ഒക്കെ മൂത്രയിക്കുന്നിടത്തുള്ള നിൽക്കാരായി പോയി. നോക്കണം നിങ്ങൾ സുഹൃത്തുക്കളെ,
അപ്പൊ ഈ രൂപത്തിൽ ഇങ്ങനെ ജനങ്ങളോട് പറയാം. ഇനി സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കൂ, ഇവരെന്താ പറയല് ജനങ്ങളോട്? ഇനിയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവര് ജനങ്ങളോട് പറയും, മുജാഹിദുകൾ മുബത്തദീകളാണ്, അവരോട് സലാം പറയാൻ പാടില്ല, മരിച്ചാ മയ്യത്ത് കരിക്കരുത്, മരിച്ചാ മയ്യത്ത് സ്കരിക്കരുത്, വിവാഹബന്ധം വരരുത്, അർത്ഥർ തിന്നരുത്, ഒരുമായി കണ്ടരുത്, ഒരു ബന്ധം ഉണ്ടാകരുത്. എത്രത്തോളം മൂപ്പര് പറഞ്ഞ് ഒരു വീടെടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? മുജാഹിദിന്റെ വീടുണ്ടോ നോക്കണം, അവിടെ നിന്നുണ്ടെങ്കിൽ സ്ഥലം വിറ്റ് പോകണം. മുജാഹിദിന്റെ വീടുണ്ടെങ്കിൽ അവിടുന്ന് സ്ഥലം വിറ്റ് പോയിക്കൊള്ളണമെന്നാണ്. വീടെടുക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ശ്രദ്ധ അതാണ്. മുജാഹിദുണ്ടോ അയൽവാസി, എന്നാ അവിടെ വേണ്ട, ഭയങ്കര അപകടം, ഉണ്ടാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, മയ്യത്തിക്കരിക്കാൻ പാടില്ല, എല്ലാ തോന്നിയാസവും ഇവര് പറയും. എന്നാലോ താരം കിട്ടിയവർ ഇതൊക്കെ ചെയ്യൂലേ? ഇവര് സലാം പറയും. ഗൾഫിൽ വന്നാൽ സലാം പറയും. എന്താ സലാം കേൾക്കണ്ടേ? അവിടെയൊക്കെ വന്ന ഓരോ ശൈഖ്മാരൻ പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു കൈഫ ഹാലക്. ആരോടാ? സലഫികളോട്. നേരിൽ കണ്ടിട്ടുണ്ട് സലഫികളോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു കൈഫ ഹാലക്. ഇവര് തരം കിട്ടിയാൽ എല്ലാം അങ്ങനെയാണ്. സലാം പറയും, തുടർന്ന് നിസ്കരിക്കും, അതുപോലെ തന്നെ മയ്യത്ത് നിസ്കരിക്കും, എല്ലാ പണിയും നടത്തും. അത് ഞാൻ പറയണ്ട. ഇവിടെ കുറ്റ്യാടിയിൽ വെച്ച് ഒരു സുന്നി സമ്മേളനം നടന്നു. ആ കുറ്റ്യാടിയിൽ വെച്ചൊരു സുന്നി സമ്മേളനം നടന്നപ്പോ അവിടെ ഒരു ഹുദവി പ്രസംഗിച്ച ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവര് മുജാഹിദീങ്ങളോട് ബന്ധം പാടില്ല എന്നൊക്കെ പറയുന്നതൊക്കെ തനി തട്ടിപ്പാണ്. അവസരത്തിനൊത്ത് ഇതൊക്കെ മാറ്റുന്നുണ്ട്. പാവപ്പെട്ട ജനങ്ങളെ തമ്മിൽ തല്ലിക്കാണ്. ഈ നാദാപുരത്തെ അയൽവാസികളായി കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ തമ്മിൽ തല്ലിക്കുക. ഇവർക്ക് കാര്യമുള്ളവർക്ക് ഒരു സലാമും പറയും, മയ്യത്തിസ്കരിക്കുകയും ചെയ്യും, തുടർന്ന് സ്കരിക്കുകയും ചെയ്യും. അത് ഇവരുടെ ഒരു തട്ടിപ്പാണ് എന്ന് കൂടെ കടന്ന് രാപ്പനി മനസ്സിലാക്കിയ ഹുദവി തന്നെ പറയട്ടെ. ശ്രദ്ധിക്കാം. സലാം പറയാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം എന്തായി? സലാം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഹജ്ജ് ക്യാമ്പിൽ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ സിദ്ദീഖ് ഹസൻ വന്നു. സിദ്ദീഖ് ഹസൻ കണ്ടവരും അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് അങ്ങും ഇങ്ങും കുശലാന്വേഷണം നടത്തി. ജമാഅത്തെ ഇസ്ലാമിക്കാരനല്ലേ, അതിന്റെ സംസ്ഥാന അമീറല്ലേ, മറ്റേയാൾ അഖിലേന്ത്യ അഖില ലോക നേതാവല്ലേ, പറ്റോ സലാം പറയല്? മുജാഹിദ് നേതാവ് എന്നറിയപ്പെടുന്ന മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന ജനാബ് ഔഖാദർ കുട്ടി നഹാ സാഹിബ്, മുസ്ലിം ലീഗ് നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമാണ്. ആ ഔഖാദർ കുട്ടി നഹാ സാഹിബിന് ഉള്ളാത്തങ്ങൾ എഴുതിയൊരു കത്ത് അതുണ്ട്. ബഹുമാനപ്പെട്ട ഔഖാദർ കുട്ടി നഹാ സാഹിബിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ കത്തിലാവുമ്പോൾ സലാം പറയാൻ പറ്റുമോ? ഇങ്ങനെ വിദാത്തുകാരോട് അനങ്ങാൻ പാടില്ല, മരിച്ചാൽ നിസ്കരിക്കാൻ പാടില്ല എന്തെല്ലാം പറയുന്ന ഫത്വകൾ, ഇൻഷാ അല്ലാഹ് ഫത്വകൾ ആ ഭാഗം ഞാൻ തൊട്ടിട്ടേ ഇല്ല, അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. സമയമുണ്ടോ ഇപ്പോ എന്നറിയില്ല. അപ്പൊ അത് പാടില്ലെന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കും ചെയ്യുന്നുണ്ട്. മുജാഹിദിന്റെ പേരിൽ, ജമാഅത്തിന്റെ പേരിൽ, മുഅ്തദിന്റെ പേരിൽ നിസ്കാരം ഹറാം, പണ്ഡിതന് ഹറാം, ആമിയിന് കറാത്ത് എന്ന് പറഞ്ഞിട്ട് ആദാപുരത്ത് സൂഫിയാജിയുടെ പേരിൽ നിസ്കരിച്ചു. സൂഫിയാജി മുജാഹിദ് നിസ്കരിച്ച ഇമാമ മുജാഹിദ് 4ാമത്തെ സഫ്രാത്ര തക്ബീർ ഇട്ടിരുന്നാൽ കുഴപ്പമില്ല, 5ലോ 3ലോ ആകെ കുഴപ്പമുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ തക്ബീർ ചൊല്ലിക്കാം. കേട്ടില്ലേ? അവസരം കിട്ടിയാൽ ഇവിടെ നിസ്കരിച്ചു എന്നാ പറഞ്ഞത്. എനിക്കറിഞ്ഞൂടാ, എനിക്ക് പരിചയമല്ല, നിനക്കറിയാലോ. നാദാപുരത്താണല്ലോ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ ഇവിടെ നിസ്കരിച്ചു, എല്ലായിടത്തും നിസ്കരിച്ചു എന്നാണ്. ഇതൊരു തമ്മിൽ തല്ലിക്ക. മുസ്ലിമീങ്ങളെ തമ്മിൽ തല്ലിച്ചിട്ട് ഇവിടെ വന്നിട്ട് പറയണത് മുജാഹിദുകൾ ഭീകരവാദികളാണ്. ഇവിടുത്തെ പാവപ്പെട്ട അമുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ഈ പേരോട് മുസ്ലിയാർ ഇവിടെ വന്ന് പ്രസംഗിച്ചു. എന്ത് അയാൾ പറയാണെന്ത്? ഇവിടുത്തെ വർഗീയവാദികൾ തന്നെ തൊട്ടപ്പുറത്തുള്ള പ്രദേശത്ത് വെച്ച് അയാൾ പ്രസംഗിച്ചില്ലേ? എന്താ പറഞ്ഞത്? മുജാഹിദുകൾ തികഞ്ഞ വർഗീയവാദികളാണ്, ഹിന്ദുക്കൾ അവരെ സൂക്ഷിക്കണം, അമുസ്ലിമീങ്ങൾ അവർ ഭീകരവാദികളാണ്. ഇതാണ് പറയുന്നത്. ഈ ഹുദവി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെന്നറിയോ? പേരോടിന് ചില സ്ഥലങ്ങളിൽ പേരെന്താണെന്നറിയോ? പോരോട്. എവിടെ ചെന്നാലും പോരിണ്ടാക്കിയിട്ട് മുമ്പിൽ പോരുള്ളൂ. പേരോടല്ല, പോരോടാണ്. അല്ലെ? മുസ്ലിമീങ്ങളെ തമ്മിൽ തല്ലിക്ക. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മൾക്ക് അങ്ങനെ ഒരു വാദമുണ്ടോ? അമുസ്ലിമീങ്ങളോട്, മറ്റുള്ള മതസ്ഥരോട് എന്താണ് നമ്മൾ ജനങ്ങളോട് പറയാറുള്ളത്? ഏത് അമുസ്ലിമാണെങ്കിലും ഇസ്ലാമിന്റെ വീക്ഷണം എന്താണ്? നമ്മളോട് ഇങ്ങോട്ട് തർക്കത്തിന് വരാത്ത, നമ്മുടെ ആശയാദർശങ്ങളെ തടസ്സപ്പെടുത്താത്ത, നമ്മെ നമ്മുടെ വീടുകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാത്ത അമുസ്ലിമീങ്ങളോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കുന്നത് അള്ളാഹു നിങ്ങളോട് വിരോധിച്ചിട്ടില്ല. മറിച്ച് നിങ്ങളോട് അള്ളാഹു വിരോധിച്ചിരിക്കുന്നത് ഇന്നമാ യൻഹാകുമുല്ലാഹ് അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖറജൂകും മിൻ ദിയാരികും. നിങ്ങളെ നിങ്ങളുടെ ആദർശത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധത്തിന് വരികയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകളോടെ നിങ്ങൾ ബന്ധം മുറിക്കേണ്ടതുള്ളൂ. അതല്ലാത്തവരോട് നിങ്ങൾ സൗഹാർദ്ദത്തിൽ വർത്തിച്ചോ
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. ആശയത്തിലല്ല സൗഹാർദ്ദം, മാനുഷികമായ സൗഹാർദ്ദമാണ്. അത് അല്ലാഹു നമ്മളോട് കൽപ്പിച്ച സംഗതിയുമാണ്. എന്നാൽ ഇവര് ജനങ്ങളോട് പറയുന്നു മുജാഹിദുകൾ ഭീകരന്മാരാണ്. ഒരു ഭീകരത ഈ പ്രസ്ഥാനത്തിനില്ല. ഈ പ്രസ്ഥാനം ഒരിക്കലും പറഞ്ഞില്ല എന്ത് ആളുകളെ സ്റ്റേജിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞോ? ഇവരുടെ വാദമോ? ഈ പേരോടക്കമുള്ള ഈ വിഘടനവാദികളുടെ, ഉഗ്രവാദി സുന്നികളുടെ വാദം എന്താ? ഇവരുടെ ഒക്കെ വാദം എന്താണ്? സ്വന്തം സമുദായത്തിലുള്ള ആളുകളെ പോലും ഇവർ കഴുത്തറക്കും. എന്നിട്ടല്ലേ മറ്റുള്ളവരുടെ കാര്യം? സ്വന്തം സമുദായത്തിൽ കണ്ടില്ലേ ബലിപെരുന്നാളിന്റെ ദിവസം കേരളത്തിൽ വാരാമ്പറ്റയിൽ നടന്ന കൊലപാതകം. ഈ കൊലയുടെ യഥാർത്ഥ പ്രതി ആര്? വാരാമ്പറ്റയിലെ വിഘടിത ഗുണ്ടായിസം. എന്നിട്ട് കാണൂ നിങ്ങൾ, ഈ വ്യക്തിയെ അവര് ബലിപെരുന്നാളിന്റെ അന്ന് പോത്തിന് അർത്ഥ കൂട്ടത്തിൽ ഇതിനെ അർത്ഥൂന്നാണ്. കേരളത്തിൽ നടന്ന സംഭവമാണ്. മാത്രല്ല അവിടെ ഒരു അത്ഭുതകരമായ ഖബറുണ്ട്. ബലിമൃഗങ്ങളെ കുഴിച്ചുമൂടി അർത്തിട്ട ബലിമൃഗങ്ങളെ വീതിക്കാനോ തൊലിയുരിക്കാനോ ആളില്ലാതെ ആ ബലിമൃഗങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ കിടന്നു, മണ്ണ് വരണ്ടു. അവസാനം അതെടുത്ത് കുഴിച്ചു മൂടുക ചെയ്തത് വാരമ്പറ്റയിൽ ഈ വിഘടിതന്മാരുടെ ഭീകര വിളയാട്ടം കാരണത്താൽ. മനസ്സിലായോ? എന്നിട്ടോ നോക്കൂ നിങ്ങൾ, അബ്ദുള്ളയുടെ മരണവാർത്ത അറിഞ്ഞ് ഒളിച്ചോടിയ വിഘടിതർ ഉപേക്ഷിച്ചു പോയ ബലിമൃഗങ്ങൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ബലിമൃഗങ്ങളുടെ ബലിമൃഗങ്ങൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നാണ്. എന്തേ? കൊലപാതകം ഭീകരം നടത്തിയിട്ടേ അന്നത്തെ ദിവസം അറുത്തിട്ട മൃഗങ്ങളെ തൊലിയുരിക്കാനും മാംസം വിതരണം ചെയ്യാനും ആളില്ല. എന്നിട്ട് ഇവരാ നമ്മളോട് ഭീകരവാദികളാണ് പറയുന്നത്. തീർന്നോ സുഹൃത്തുക്കളെ? തീർന്നോ? മുജാഹിദുകളോട് മാത്രല്ല, സ്വന്തം സമുദായത്തിലെ ആൾക്കാരോട് തന്നെ, സ്വന്തം പാർട്ടിയിലെ ആൾക്കാരോട് തന്നെ കൊലപാതകം 3 നടന്നു. ഇനി എത്ര നടക്കുമെന്ന് കണ്ടറിയണം. യോഗം കലക്കൽ, ജാഥാക്രമണം, യോഗത്തിലേക്ക് കല്ലേറ്, കൊടിമോഷ്ടിക്കൽ, ബാനർ കീറൽ, അടിപിടി തുടങ്ങിയ ആയിരക്കണക്കിൽ കേസുകൾ കോടതിയിലെത്തി. മുണ്ടക്കോട് ശാഖ SSF പുറത്തിറക്കിയ ലഘുലേഖയാണിത്. ഇത്തരം കുഴപ്പം മൗദൂദികളും മുജാഹിദുകളും ഇന്നുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇവരെന്നെയാണ് പറയുന്നത്. എന്നിട്ട് ഇവര് പറയുന്നത് മുജാഹിദുകൾ ഭീകരവാദികളാണ്, വർഗീയവാദികളാണ്. എന്നാ സുഹൃത്തുക്കളെ നിങ്ങൾ പഠിച്ചു വെച്ചോ, മുജാഹിദുകൾ അങ്ങനെ പറഞ്ഞില്ല. ഇവിടെ ഹിന്ദുക്കളെ, അമുസ്ലിമീങ്ങളെ സ്റ്റേജിൽ കയറ്റാൻ പാടില്ല എന്ന് ആരാ ഫത്വ കൊടുത്തത്? മുജാഹിദുകൾ അങ്ങനെ ഫത്വ കൊടുത്തിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ പുസ്തകമാണ്, ആധുനിക പ്രശ്നങ്ങൾ ഫിഖ്ഹിലൂടെ. ഈ പുസ്തകം ആരാ എഴുതിയത്? ഹുസൈൻ കാമിലി ഓമച്ചപ്പുഴ. ഇതിന് അവതാരിക എഴുതിയത് ആരാണ്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഈ പുസ്തകത്തിൽ കാണാം ആരാണ് ഇവിടെ വർഗീയവാദികളിൽ നിന്ന് പഠിച്ചു വെക്കാൻ. ആലാപുരത്തിലുള്ള മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും പഠിച്ചോ? ആരാ വർഗീയവാദികൾ? എന്താ ഇയാൾ പറയണത്? ഒരു ഹെഡിങ്, അമുസ്ലിമും മതവേദിയും. അമുസ്ലിങ്ങൾ നമ്മുടെ വേദികളിൽ പങ്കെടുക്കലും നാം അവരെ പങ്കെടുപ്പിക്കലും കറാഹത്താണ്. നമ്മോട് ഇടകലരാൻ അവർക്ക് നാം അവസരം നൽകരുത്. ഒന്നും കൂടെ കേട്ടോ. അവനെ വന്ദിക്കലും സദസ്സിൽ അധ്യക്ഷനാക്കലും ഹറാമാണ്. കേട്ടോ, മുസ്ലിമിനെ വന്ദിക്കലും സദസ്സിൽ അധ്യക്ഷനാക്കലും ഹറാമാണ്. ഒരു നിലക്കും അവനുമായി സ്നേഹബന്ധം പുലർത്താനോ അവനിലേക്ക് ആകർഷിക്കാനോ പാടില്ല. അവൻ സ്വന്തം പിതാവോ പുത്രനോ ആണെങ്കിലും ശരി. സ്റ്റേജിൽ കടുപ്പിക്കരുത്, ആദരിക്കരുത്, ബഹുമാനിക്കരുത് എന്നാണ് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ഇത് മുജാഹിദ് എഴുതിയിട്ടുണ്ടോ? തീർന്നില്ല. അമുസ്ലിമിന്റെ ബസ്സാണെങ്കിൽ ഇന്ന് ഇറങ്ങിപ്പോയി എന്നാ വരാവില്ല. CM മടവൂരിന്റെ വലിയൊരു പോരിശ പറയണേ, മൂപ്പര് ബസ് കയറിയാൽ ചോദിക്കുത്തര ഇത് ആരാന്ന്, അമുസ്ലിമിന്റെതാണോ മുജാഹിദിന്റെതാണോ എന്നൊക്കെ ചോദിക്കുന്ന മൂപ്പര് ഇറങ്ങുന്നു. ഒരേ കാറ്റഗറിയിലാണ് മൂപ്പര് പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, ഈ കാലഘട്ടത്തിൽ അമുസ്ലിങ്ങളുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതും അവരെ കൊണ്ട് ജോലിയെടുപ്പിക്കുന്നത് പോലും ശക്തമായി എതിർത്തിരുന്നു. ആര്? CM മടവൂര് അമുസ്ലിങ്ങളുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ പാടില്ല, അവരെ കൊണ്ട് ജോലി എടുപ്പിക്കാനും പാടില്ല എന്ന് എതിർത്തിരുന്നു. ആരാ? നിങ്ങളെ CM മടവൂര്. സയ്യിദി CM മടവൂരേ നിങ്ങൾ പാട്ടുണ്ടാക്കിയിട്ട് ചെല്ലണില്ലേ? ആ CM മടവൂര് അല്ലേ? എന്നിട്ടാ നിങ്ങൾ മുജാഹിദുകളെ ഭീകരവാദിയാക്കണത്. മാത്രല്ല സന്തോഷവധത്തിലെ പ്രതി ആരാണ്? പത്രം റിപ്പോർട്ട് ചെയ്തതാണ്, മുജാഹിദുകളല്ല. ഞാനല്ല പറയുന്നത്.
ചക്കരപ്പാടം തയ്യിൽ സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ 6-ാം പ്രതി കുന്നംകുളം പഴുത്താന ഖത്തീബ് മൻസിൽ ഹുസൈൻ മുസ്ലിയാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തീർന്നില്ല. എന്താ ഇയാൾ പറഞ്ഞെടുത്തത്? പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയാൽ ശത്രു സംഹാരം നടത്തിയവർ രക്ഷപ്പെടും എന്ന് പ്രതികളെ ഉപദേശിച്ച് ബോധ്യപ്പെടുത്തി എന്നാണ് മുസ്ലിയാരുടെ പേരിലുള്ള കുറ്റം. ഇവർക്ക് ശത്രുക്കളെ കൊല്ലാൻ പ്രത്യേക ദിക്റുണ്ട്. ഞങ്ങൾ അങ്ങനെ എവിടെയും പറഞ്ഞില്ല. ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി ദിക്റോ? ഇസ്ലാമിലെ ദിക്റ് അള്ളാഹുവിന്റെ അടുത്ത് കൂലിട്ടാനാ, ശത്രുക്കളെ കൊല്ലാനല്ല. നോക്കൂ നിങ്ങൾ ഈ പുസ്തകം, മാന്ത്രിക ചികിത്സ KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂരാണ് പരിഭാഷ. ഒരു ശത്രു സംഹാരത്തിന്റെ രീതി കണ്ടോളി. നിങ്ങൾക്ക് ഒരാളെ എന്തെങ്കിലും നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് കേട്ടോളി. ശത്രുവിനെയോ അക്രമിയെയോ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു ഇഷ്ടികയെടുത്ത് പുഴവക്കത്തോ ജലാശയത്തിന്റെ തീരത്തോ നീ നിന്റെ നേരെ മുമ്പിലായി വെക്കണം. നിനക്കിപ്പോ ഒരാളെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇഷ്ടിക എടുത്തിട്ട് ഒരു പുഴവക്കത്ത് നിന്റെ നേരെ മുമ്പിൽ വെക്കുക. ഖിബിലക്ക് മുന്നിട്ടുകൊണ്ടായിരിക്കണം നീ ഇരിക്കുന്നത്. എന്നിട്ട് 41 യാസീനോദനം. ഇഷ്ടിക അങ്ങനെ മുമ്പിൽ വെച്ചിട്ട് 41 യാസീൻ. ഓരോ യാസീൻ തീരുമ്പോഴും ഇഷ്ടികമേൽ ഓരോ ചവിട്ട് കൊടുക്കണം. ഓരോ യാസീൻ തീരുമ്പോൾ ഇഷ്ടികമ്മൽ ഒരു ചവിട്ട്. ഓതിക്കഴിഞ്ഞാൽ ആ ഇഷ്ടികയെ ഒരു മയ്യത്തായി സങ്കല്പിച്ച് മയ്യത്ത് നിസ്കാരം നടത്തണം. നോക്കണം, 41 ചവിട്ട്, 41 യാസീൻ. ഇഷ്ടികം അങ്ങനെ ചവിട്ടുക. യാസീൻ ഒരു തീര, ഇഷ്ടികക്ക് ഒരു ചവിട്ട്. അത് കഴിഞ്ഞാല് ഒരു മയ്യത്തായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാ? മയ്യത്ത് നിസ്കരിക്കണം. ശത്രുവാന്ന് പറയും ചെയ്യാ, ചവിട്ടും ചെയ്യാ. എന്നിട്ട് പിന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ, കരുണ കാണിക്കണേ, ഖബർ വിശാലാക്കണേ. തങ്ങളെ നേരത്തെ പറഞ്ഞില്ലേ, അല്ലാ പടച്ചോനെ പുറത്തു കൊടുക്ക്, ഖബർ വിശാലാക്ക്, നല്ല വീട് കൊടുക്ക്, നല്ല ഭാര്യനെ കൊടുക്ക്. ഇഷ്ടികക്കെ മയ്യത്ത് നിസ്കരിക്കണം അല്ലേ? നിന്റെ ശത്രുവായി ഇഷ്ടികയെ സങ്കല്പിക്കണം. പിന്നെ അതെടുത്ത് വെള്ളത്തിലിടണം. ആ പണി ചെയ്താൽ നീ ഉദ്ദേശിക്കുന്ന ശത്രു പെട്ടെന്ന് കാഞ്ഞുപോകും, തട്ടിപ്പോകും. നിങ്ങൾ യാസീൻ ഓതുന്നത് ഇതിനല്ലേ? മുജാഹിദീങ്ങൾക്ക് യാസീനോട് എതിർപ്പാ. നിങ്ങൾ പറയും, നിങ്ങൾ യാസീനോദിന്, ഞങ്ങൾ യാസീനോദും പടച്ചോന്റെ കൂലിക്ക്. നിങ്ങൾ ആരെങ്കിലും കൊല്ലാൻ നിങ്ങൾ എത്ര യാസീൻ ഞങ്ങൾക്കൊക്കെ എതിരിൽ ഇക്കോലത്തിൽ ഓതിയിട്ടുണ്ടാവും. എന്നിട്ട് എന്താ കൂട്ടരെ? അള്ളാഹുവിന്റെ തൗഫീഖ് ഉള്ളിടത്തോളം ഈ നാവുകൊണ്ട് തൗഹീദ് പറയും. നിങ്ങളെ തോലി ഉരിച്ചു കാണിക്കും. പടച്ചോൻ അവസാന ശ്വാസം എപ്പോഴാണ് നിർത്തുന്നത് അതുവരെ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. നമ്മളെ പ്രബോധകന്മാർക്കൊക്കെ ആയുസ്സും ആരോഗ്യവും ഇൽമും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇത് പറയും സുഹൃത്തുക്കളെ. ഇനി വേറൊന്ന് കേട്ടോളി. മറ്റൊന്ന്, ഒരു കുഴി കുഴിക്കണം. പിന്നെ 41 ചരക്കല്ലുകൾ പെറുക്കിയെടുക്കണം. എന്നിട്ട് ആ കുഴിയുടെ അടുത്തിരുന്ന് 41 യാസീനോദനം. ഓരോ നോദി തീരുമ്പോഴും ഓരോ കല്ല് കുഴിയിലിടണം. 41 പൂർത്തിയായാൽ കുഴി മൂടുന്നതിന്റെ മുമ്പ് ആ കല്ലുകൾ നിന്റെ ശത്രുവിന്റെ മയ്യത്തായി സങ്കല്പിച്ച് അതിന് മയ്യത്ത് നിസ്കരിക്കണം. എന്നിട്ട് ആ കുഴി മൂടണം. നിന്റെ ശത്രു നശിക്കും. കല്ലിനെ മയ്യത്താക്കി സങ്കല്പിക്കാന്നൊരു യാസീനോദ, കുഴിച്ചു മൂടുക, ബരന്നെ ചവിട്ടുക. നിങ്ങൾ യാസീനോദനത്തിനല്ലേ? ഇക്കോലത്തിൽ ശത്രു സംഹാര മന്ത്രവും ഒക്കെ നടത്തിയിട്ട് ഈ സമുദായത്തെ നിങ്ങൾ ഭിന്നിപ്പിക്കുക. അങ്ങനെ ഈ രാജ്യത്തെ മുഴുവൻ കലാപവും കുഴപ്പവും പ്രശ്നമൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് അവര് പറയാ, ഞങ്ങളാണ് ഇവിടുത്തെ വർഗീയവാദികൾ, ഞങ്ങളെല്ലാം മുജാഹിദാണ്, സൂക്ഷിക്കണം, എല്ലാവരും അവരെ സൂക്ഷിക്കണം. അവരെ അടയാളം നീണ്ട താടിയാണ്. ഇയാൾ ഇങ്ങനെ ചെത്തി കൂർപ്പിച്ചിട്ട് ഇങ്ങനെ താടി എടുക്കണം. ഞങ്ങൾ എന്താ ഇടുക? എല്ലാ സഹോദരങ്ങളോടും ഈ ഉള്ളവൻ വസിയത്ത് പറയുന്നു, നിങ്ങളൊക്കെ പിടിച്ചാ കിട്ടുന്നത്ര നീളമുള്ള താടി വളർത്തണം. എന്തേ? അത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്, പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദേഷ്യം പിടിച്ചപ്പോ ഹാറൂൻ നബിയുടെ എവിടെയാ പിടിച്ചത്? താടിക്കാ പിടിച്ചത്. അപ്പൊ ഹാറൂൻ നബി പറയുന്നുണ്ട്, ലാ തഖുദ് ബിലിഹിയതി, എന്റെ താടിക്ക് പിടിക്കല്ലേ എന്ന് പറയുന്നിടത്ത് പിടിക്കാൻ മാത്രം വലിപ്പമുള്ളൊരു താടി ഹാറൂൻ നബിക്ക് ഉണ്ടായിരുന്നു എന്നല്ലേ അതിന്റെ മായന?
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടും എല്ലാവരോടും, ഈ ഉള്ളവനോടെന്ന പോലെ എല്ലാവരോടും ഉപദേശിക്കുന്നു, താടി വടിക്കുന്ന പരിപാടി നമുക്ക് വേണ്ട. അത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. പണം ചെലവഴിച്ചിട്ട് നമ്മളിങ്ങനെ വടിച്ചു കളയുന്നു. ഓസിക്ക് വടിച്ചു തന്നാലും നിന്ന് കൊടുക്കണ്ട. അത് ഉറക്കത്തിലെ കൂലി കിട്ടുന്ന ഒരു പുണ്യമാണ്. റസൂലുള്ളാഹിയുടെ സമ്പ്രദായമാണ്, സ്വഹാബത്തിന്റെ സമ്പ്രദായമാണ്, അമ്പിയാക്കളുടെ സമ്പ്രദായമാണ്. എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് ചെറുപ്പക്കാരെ, ഇവിടെയുള്ള ഉപ്പമാരെ എല്ലാവരോടും പറയുന്നു, നിങ്ങൾ താടി വളർത്തിക്കോ. അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ റസൂലുള്ളാഹിയുടെ താടി വളർത്തിക്കോ. അത് അല്ലാഹുവിന്റെ റസൂലിനെ നാളെ പരലോകത്ത് നമുക്ക് കാണണ്ടേ. റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഈ താടിയില്ലാത്ത നമ്മുടെ മുഖത്തേക്ക് റസൂലുള്ള നോക്കുമോ? നമുക്ക് റസൂലുള്ളാഹിയുടെ മുഖം കാണണ്ടേ, അവിടുത്തെ റെക്കമെൻഡ് കിട്ടണ്ടേ. അതിന് റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്തോ, അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാഅ് ചെയ്തോടു പുണ്യമുണ്ടെന്ന് പറഞ്ഞ് എല്ലാ വിഷയങ്ങളിലും. എങ്കിൽ അള്ളാഹ് നിങ്ങളെ തിരിച്ചിങ്ങോട്ടും സ്നേഹിക്കും. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ യുഹിബ്ബു ഫത്തബിഊനി, നിങ്ങൾ റസൂലായ എന്നെ പിൻപറ്റിക്കോ. യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കുമെന്ന് പടച്ച തമ്പുരാൻ നമ്മളോട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഴുവൻ മുസ്ലിം ചെറുപ്പക്കാരോടും അല്ലാത്തവരോടും ഞാൻ പറയുന്നു, സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരിക്കലും താടി ഒടിക്കരുത്, വളർത്തുക തന്നെ വേണം. പുണ്യമുള്ള സംഗതിയാണ്. എന്തിനാ നമ്മൾ ഒഴിവാക്കുന്നത്? ഒഴിവാക്കരുത് സുഹൃത്തുക്കളെ, ഒരു വസിയത്തായിട്ട് നിങ്ങൾ കാണാം. അങ്ങനെ ഏതെല്ലാം പുണ്യകർമ്മങ്ങൾ സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന, ഞാൻ നേരത്തെ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളെ തമ്മിൽ തല്ലിച്ചിട്ട് മുജാഹിദുകൾ ഭീകരവാദികളാന്ന് പറയാ. അങ്ങനെ സമൂഹത്തിന്റെ തൗഹീദ് നശിപ്പിക്കുക, ദിക്ർ നശിപ്പിക്കുക, സ്വലാത്ത് നശിപ്പിക്കുക, എല്ലാം നശിപ്പിച്ചിട്ട് ഇവിടെ ഒരു കൂട്ടങ്ങനെ വിലസുമ്പോഴും ഇവിടെ ഒരു കൂട്ടര് മൗനാണ്. ഒരു കൂട്ടര് മൗനം. ആരാത്? മൗദൂദി സാഹിബിന്റെ ജമാഅത്തെ ഇസ്ലാമി. അവരെ പറ്റിയും ബർക്കത്തിന് രണ്ടു വാക്ക് പറഞ്ഞു പോവാ. ഇല്ലെങ്കിലുണ്ട് ഈ സോളിക്കുട്ടികൾക്ക് നാളുണ്ടാവും ഒരു അഹങ്കാരം. ഞങ്ങളൊക്കെ തികഞ്ഞവരാ. ഭരണം ഭരണം ഭരണം. മൗദൂദി സാഹിബിന്റെ ഇസ്ലാമിന് ഇത്ര ഒരു ഭീകരവാദത്തിന്റെ വിത്ത് വിട്ട ഒരു വ്യക്തി മൗദൂദി സാഹിബാണ്. അറിയോ? മൗദൂദി സാഹിബിന്റെ ജിഹാദ് എന്ന പുസ്തകമാണ് NDF-കാർ വരെ പ്രചരണത്തിന് ഉപയോഗപ്പെടുത്തുന്നത്, ഭീകരവാദം വളർത്താൻ. അറിയോ നിങ്ങൾക്ക്? ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയും, ഇവര് ശാഖാപരമായ കാര്യം പറഞ്ഞ് തർക്കിക്കുകയാണ്. കയ്യവിടെ കെട്ടണം, കുനൂത്തോതനോ വേണ്ടേ, കുനൂത്തോതനോ വേണ്ടേ, ദ്വർക്കണോ, ജാറത്തിങ്ങൽ പോണ്ടോ, മാല ചെല്ലണോ ചെല്ലണ്ടേ, അതുപോലെ തന്നെ വർക്കണോ വർക്കണ്ടേ, ഇതൊക്കെ ഇവരിങ്ങനെ നിസ്സാര പ്രശ്നം. ഞങ്ങൾ ഇസ്ലാമിനെ സമഗ്രമായി അവതരിപ്പിക്കേണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരെ സുഹൃത്തുക്കൾ ദേഷ്യം പിടിക്കാതെ സമാധാനപരമായിട്ടൊന്ന് കേൾക്കുക. എന്താ ഈ പറയുന്നത്? സുഹൃത്തുക്കളെ, ഇസ്ലാമിക ശരീഅത്തിന്റെ പോരിശ പറഞ്ഞിട്ട് നടക്കുന്ന ഇവര്, ഇസ്ലാമിക ഭരണത്തിന്റെ പോരിശ പറഞ്ഞ് നടക്കുന്ന ഇവര് ഇസ്ലാമിക ശരീഅത്തിന്റെ വിരുദ്ധ ചേരിയിലാണ് നിലനിൽക്കുന്നത്. നിങ്ങൾക്കറിയാമോ? മാധ്യമം എഴുതിയൊരു വാർത്ത, ഇസ്ലാമിക ശരീഅത്തിനെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് ലേഖനം എഴുതി. ഈ അടുത്ത കാലത്ത് സൗദി അറേബ്യയിൽ ഒരു പ്രശ്നം ഉണ്ടായി. നൌഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു സൗദി യുവാവുമായിട്ട് നടന്നൊരു മൽപ്പിടുത്തത്തിൽ സൗദിക്കാരന്റെ കണ്ണുപോയി. കണ്ണുപോയപ്പോ ഇയാളുടെ പേരിൽ കുറ്റമായി. കോടതിയിൽ കേസ് കൊല്ലങ്ങളോളം നടന്നു. അവസാനം കുറ്റം തെളിയിക്കപ്പെട്ടപ്പോൾ വിധി വന്നു, നൌഷാദിന്റെ കണ്ണും പകരം എടുക്കണം, കണ്ണിന് പകരം കണ്ണെടുക്കണം. ആ വിധി വന്നു. സുഹൃത്തുക്കളെ, പലരും വായിച്ചിട്ട് പറഞ്ഞു, ഇത് കുറച്ച് ഓവറായി, കഷ്ടമായി പോയി, ക്രൂരമായി പോയി, മോശമായി പോയി, കാടത്തമായി പോയി, കണ്ണിച്ചോരയില്ലാത്ത വിധിയായി പോയി. എത്ര ആളാ അഭിപ്രായം പാസാക്കിയത്? മാപ്പിളാരും പാസാക്കി. എന്ത്? ഇത് ശരിയല്ല. സുഹൃത്തുക്കളെ, ആദ്യം നിയമം പഠിച്ചു വെച്ചോ. ഒരാളുടെ കണ്ണ് മറ്റൊരാള് മനഃപൂർവ്വം അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ, നൌഷാദിന്റെ വിഷയത്തിലല്ല ഞാൻ പറയുന്നത്, അതെന്താന്ന് കോടതിയിൽ എടുക്കുന്ന കേസ് നമുക്ക് അറിഞ്ഞൂടാ. നൌഷാദ് രക്ഷപ്പെടട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ല അവിടുത്തെ വിഷയം. ഒരാള് മറ്റൊരാളുടെ കണ്ണ് അടിച്ചു പൊട്ടിച്ചു എന്ന് തെളിയിക്കപ്പെട്ടാൽ എന്താ ഇസ്ലാമിക ശരീഅത്തിലെ ഇതിന്റെ വിധി? ഇയാളെ കണ്ണു കൊടുക്കണം. അത് പത്രക്കാരെ എഴുതിയതെങ്ങനെ? ചൂഴ്ന്നെടുക്കുക. അങ്ങനെ ഉണ്ടോ? ചൂഴ്ന്നെടുക്കേ, മാധ്യമോ എല്ലാവരും എഴുതി, ചന്ദ്രിക എഴുതി, ചൂഴ്ന്നെടുക്കുക. അപ്പൊ കേൾക്കണോ വിചാരിക്കുന്നത് വായിക്കണോ?
നമ്മളുണ്ടല്ലോ ചക്കന്റെ ചൊളയ്ക്കാണ് ചൂരിന്. അതേപോലെ കണ്ണിൽക്കൊരു കമ്പീന് കൊണ്ടതിന് ചൂന്നൊരു പുറത്തേക്ക് എടുക്കും. കാടത്തമായി പോയി. അങ്ങനെയാണോ? അല്ല സുഹൃത്തുക്കളെ, അത് മാന്യമായിട്ട് എടുത്ത് ഓപ്പറേഷൻ ചെയ്ത് മരുന്നൊക്കെ വെച്ച് ഉണക്കും. കണ്ണിന് പകരം കണ്ണ് എന്നുള്ള ശിക്ഷ ക്രൂരല്ല. തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഖുർആനിലല്ലേ, തൗറാത്തിലില്ലേ, വകതബനാ അലൈഹിം ഫീഹാ അന്ന النفس بالنفس والعين بالعين والأنف بالأنف والأذن بالأذن والسن بالسن والجروح قصاص. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തൗറാത്തിൽ നാം നിയമമാക്കിയിട്ടുണ്ടായിരുന്നു, ശരീരത്തിന് പകരം ശരീരം, കണ്ണിന് പകരം കണ്ണ്, മൂക്കിന് പകരം മൂക്ക്, നാക്കിന് പകരം നാക്ക്, പല്ലിന് പകരം പല്ല് എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിൽ ജൂതന്മാരുടെ മേൽ നാം നിയമമാക്കിയിട്ടുണ്ട് എന്ന് ഖുർആൻ തന്നെ സത്യസാക്ഷ്യം പറയുന്നു. അങ്ങനെ ഖുർആനിൽ പറഞ്ഞ ഒരു നിയമം അത് പാടില്ലെന്ന് ഇസ്ലാമിക ശരീഅത്തിൽ വരാത്തിടത്തോളം കാലം മൂസ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്തിലുള്ള അതേ നിയമം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീഅത്തിലും നിയമം തന്നെയാണ്, എതിർക്കാത്തിടത്തോളം കാലം. ഇത് ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് വരെ അറിഞ്ഞൂടാ. എന്നിട്ട് ആ മുസ്ലിമീങ്ങളുടെ മുമ്പിലേക്ക് മാധ്യമക്കാരൻ എഴുതി. എന്താ എഴുതിയെന്നറിയോ? മനുഷ്യാവകാശ കമ്മീഷന്റെ നേതാവിന്റെ പ്രസ്താവന മാധ്യമം അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി. എന്താ മനുഷ്യാവകാശ കമ്മീഷന്റെ നേതാവ് പറഞ്ഞത്? ലണ്ടനിൽ വെച്ച് ഗൾഫ് മാധ്യമത്തിന്റെ ഫസ്റ്റ് പേജിൽ വന്നു ചിത്രസഹിതം. എന്താ കൊടുത്തതെന്നറിയോ? ശ്രദ്ധിച്ചോ? കണ്ണിന് പകരം കണ്ണ് എന്ന ശിക്ഷ, കണ്ണിന് പകരം കണ്ണ് എന്ന ശിക്ഷ നീതിയുടെ പരിവേഷം അണിഞ്ഞെത്തുന്ന പീഡനം തന്നെയാണ്. നീതിയുടെ വേഷം ധരിച്ചെത്തുന്ന തനി പീഡനമാണ് കണ്ണിന് പകരം കണ്ണ് എന്ന ശിക്ഷ. ഇത് വേൾഡ് മനുഷ്യാവകാശ കമ്മീഷന്റെ നേതാവ് പറഞ്ഞപ്പോ, അയാളത് ഛർദിച്ചപ്പോ ജമാഅത്തുകാരന്റെ മാധ്യമം അത് വായ തൊടാതെ വിഴുങ്ങിയില്ലേ? പത്രത്തിൽ അത് പരസ്യം ചെയ്തില്ലേ? നിങ്ങൾക്ക് മാന്യത എന്ന 3 അക്ഷരം ഉണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ശരീഅത്തിനോട് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ, പത്രധർമ്മം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ആ റിപ്പോർട്ട് കൊടുത്തപ്പോ അതിന്റെ അടിയിൽ ഒരു വിയോജന കുറിപ്പ് നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നില്ലേ? ഒരു വിയോജന കുറിപ്പ് നിങ്ങൾക്ക് കൊടുക്കായിരുന്നില്ലേ? അള്ളാഹുവിന്റെ ശരീഅത്തിനെയാണ് ഈ നേതാവ് കശക്കിയത്. അത് പാടില്ല, അത് പാടില്ല എന്നൊരു വരിയെങ്കിലും നിങ്ങൾ കൊടുത്തോ? മാധ്യമക്കാരൻ കൊടുത്തോ? കൊടുത്തില്ല. നിങ്ങൾ അതിനെ എസ് വെക്കുകയല്ലേ ചെയ്തത്. തീർന്നോ? തീർന്നില്ല. എന്നിട്ട് ഇവരാണോ ശരീഅത്തിന്റെ ആളുകൾ? ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഭരണം ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് സിന്ദാബാദ് വിളിച്ച് നടക്കുകയാണ്. സിന്ദാബാദ് വിളിച്ചിട്ട് നടക്കുകയാണ്. ആരുടെ പിന്നാലെ? ആരുടെ പിന്നാലെയൊക്കെ സിന്ദാബാദ് വിളിക്കണത്? ആരാണ് പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നത് ജമാഅത്തുകാർക്ക്? ഗ്രോവാസു ജമാഅത്തുകാരെ ഇമാമാണ്. ഗ്രോവാസു പുതിയ ഇമാമ. നോക്കണം. WTO ഇന്ത്യ കീഴടങ്ങരുതെന്ന് ആവശ്യപ്പെട്ട് സോളിഡാരിറ്റി SIO പ്രവർത്തകർ കോഴിക്കോട് മാനാഞ്ചിറക്കു ചുറ്റും തീർത്ത പ്രതിരോധ വലയത്തിൽ ഗ്രോവാസു പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നു. മാധ്യമം എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ, സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം, TK ഹുസൈൻ എന്നിവർ സമീപം. നോക്കൂ നിങ്ങൾ, മലയാള മാധ്യമം ഡയറിയിലെ ചിത്രം. പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയാണ് ഇമാമാരാ ഗ്രോവാസു. ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു നിയമങ്ങൾ അറിയോ അവർക്ക്? ആരുടെ പിന്നിലാ സിന്ദാബാദ് വിളിച്ചു നടക്കുന്ന? സോളിഡാരിറ്റി. ഔ എന്താ സോളി, സോളി 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 എന്ന് പറഞ്ഞാ പോണത്. സോളിഡാരിറ്റിക്കാര് ആരാ പിന്നില്? ആരുടെ പിന്നിലാ അമീർ മുദ്രാവാക്യം വിളിക്കുന്നത്? മൈലമ്മ. മൈലമ്മന്റെ ഈ കുയിലമ്മയൊക്കെ അവരെ ഇമാമിങ്ങള്, മേധാപടുക്കറും മൈലമ്മയും കുയിലമ്മയൊക്കെ പിന്നില്. അമീർ ഇങ്ങനെ സിന്ദാബാദ് സിന്ദാബാദ് ഇൻഖിലാബ് സിന്ദാബാദ്. സോളിഡാരിറ്റിക്കാര്. നിങ്ങൾ ഏത് ഇസ്ലാമാ പഠിച്ചത്? നിങ്ങൾ ഏത് ഇസ്ലാമാ ഞങ്ങൾ പഠിപ്പിച്ചിരുന്നത്? ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളെ കൊഞ്ഞനം കുത്തുമ്പോ ഒരു അടിക്കുറിപ്പ് പോലും കൊടുക്കാതെ നിങ്ങൾ കൊടുത്തില്ലേ? നിങ്ങൾ നോക്കൂ, ഈ കാണുന്നത് മാധ്യമത്തിന്റെ മറ്റൊരു പത്രമാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു നാടകവും CN മൗലവിയും. ഇതിൽ കാണാം ഒരു ചങ്ങായി ചിരിച്ചിരിക്കണ്, കോമഡി മാമുക്കോയ. സിനിമാ നടൻ മാമുക്കോയനെ പറ്റിയിട്ട് ഇവരെ എഴുതിയതാണ്. മാമുക്കോയ കൊടുത്ത ലേഖന. ഇവരത് അണ്ണാക്ക് തൊടാതെ വീഴുന്ന. ആ ചങ്ങായി ഏതായാലും കോമഡിയാണ്. ഓൻ ഏതായാലും കോമാളി കാട്ടിയിട്ട് ഇങ്ങനെ പല്ലിളിച്ച് നടക്കുന്ന ആളാണ്. അയാളുടെ ലേഖനം, ഇസ്ലാമിനെതിരെ ലേഖനം കൊടുത്തപ്പോ ഈ മാധ്യമക്കാരൻ അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയില്ലേ?
മനസ്സാക്ഷിയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ മാധ്യമം ഓഫീസിലേക്ക് നിങ്ങൾ എഴുതണം. ഇസ്ലാമിക ശരീഅത്തിനെ കൊഞ്ഞനം കുത്തുന്ന ലേഖനം നിങ്ങൾ കൊടുത്തിട്ടില്ലേ? എന്താ നിങ്ങൾ കൊടുത്തത്? എന്താ കൊടുത്തതെന്നറിയോ? ഇസ്ലാമിലൊരു നിയമമുണ്ട്, ഉപ്പാപ്പ ഇരിക്കെ ബാപ്പ മരിച്ചാൽ പേരക്കുട്ടികൾക്ക് സ്വത്തവകാശമില്ല. ഖുർആൻ പറഞ്ഞ നിയമ, ഇസ്ലാമിന്റെ നിയമമാണ്. എങ്ങനെ? ബാപ്പ മരിച്ചു, ഉപ്പാപ്പ ഇരിക്കെ തന്നെ, പേരക്കുട്ടികളുടെ ഉപ്പാപ്പ ഇരിക്കെ തന്നെ ബാപ്പ മരിച്ചാൽ ബാപ്പാന്റെ സ്വത്തിൽ പേരക്കുട്ടികൾക്ക് അവകാശമില്ല. ഇത് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമമാണ്. ഇതിനെ കളിയാക്കിക്കൊണ്ട് അത് ഇസ്ലാമിലെ എതിർക്കപ്പെടേണ്ട ഒരു അനാചാരമാണ്, ശരീഅത്തിൽ എതിർക്കപ്പെടേണ്ട ഒരു അനാചാരമാണ് എന്ന് CN അഹമ്മദ് മൗലവി പറഞ്ഞത് മാമുക്കോയ ഓർത്തത് മാധ്യമക്കാരൻ എഴുതിയിരിക്കുന്നു, ഒരു അടിക്കുറിപ്പ് പോലും കൊടുക്കാതെ. നിങ്ങളാണോ ഇസ്ലാമിക ശരീഅത്ത് ഉണ്ടാക്കാൻ നടക്കുന്നത്? ഇവരാണോ രാജ്യത്തെ ഇസ്ലാമിക ശരീഅത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഇസ്ലാമിക ശരീഅത്തിലെ ഒരു ചെറിയ ക്രിമിനൽ നിയമത്തെ പോലും, ഒരു അനന്തരാവകാശ നിയമത്തിന്റെ മസാല പോലും അറിയാത്ത നിങ്ങളാണോ ഈ രാജ്യത്തിന്റെ മൊത്തം ഭരണം ഏറ്റെടുത്തിട്ട് ഇസ്ലാമിക ഗവൺമെന്റിലെ ഖലീഫമാരായി വരസാൻ വേണ്ടി മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നത്? ആണോ? അപ്പൊ എന്താ ഇവരുടെയൊക്കെ ചിന്താഗതി? ഇസ്ലാമല്ലവർക്കൊക്കെ രാഷ്ട്രീയമാണ്, വോട്ട് നേടണം. അങ്ങനെ പല കോലത്തിൽ ഈ മുഖം മൂടി വെച്ച് ഇറങ്ങാണ് ജനങ്ങളുടെ മുമ്പിലേക്ക്, ഞങ്ങൾ സമാധാന പ്രേമികളാണെന്ന് വരുത്തി തീർക്കാൻ. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരെ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന ഈ ഉള്ളവന്റെ 14 CD-കളുണ്ട്. നിങ്ങളതൊന്ന് ദയവായി കേൾക്കണം. ഒന്ന് കേൾക്ക, വെറുതെ വിമർശിക്കല്ല. എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു അതൊന്ന് നിങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ വെറുതെ വിമർശിക്കുന്നതല്ല, ഒരുപാട് പറയാനുണ്ട് അവരെ സംബന്ധിച്ച്. അതുകൊണ്ട് ഇസ്ലാമികമായ ലൈനിൽ നിന്ന് തെറ്റിപ്പോയ കക്ഷിയാണത്, ബിദ്അത്തിന്റെ കക്ഷിയാണത്. റബ്ബ്, ഇലാഹ്, ദീന്, ഇബാദത്ത് എന്നീ ഇസ്ലാമിലെ പുണ്യപദങ്ങൾക്ക് ആശയ വ്യതിയാനം വരുത്തിക്കൊണ്ട് പുസ്തകം എഴുതിയ മൗദൂദി സാഹിബിന്റെ ഇസ്ലാം കെ 4 ബുനിയാദി ഇസ്തിലാഹ് എന്ന പുസ്തകത്തിന്റെ ആ താളുകളിൽ നമുക്ക് കാണാം, ഇസ്ലാമിലെ റബ്ബിനെയും ഇലാഹിനെയും ഇബാദത്തിനെയും ദീനിനെയും രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ് മൗദൂദി സാഹിബ്. അങ്ങനെ എത്ര. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചിന്തിക്കുക. ഇസ്ലാമികമായി ഇതുവരെയും നമ്മൾ സംസാരിച്ചതിന്റെ ലക്ഷ്യം പരലോകത്ത് മോക്ഷം നേടലാണ്. പാരത്രികമായ ലക്ഷ്യം നേടാൻ നാം നല്ലവരായി തീരണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കണം, റസൂലുള്ളാഹിയുടെ സുന്നത്ത് പഠിക്കണം, 5 നേരവും പള്ളികളിൽ ജമാഅത്തിന് പോകണം, സകാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, നോമ്പനുഷ്ഠിക്കണം, പലിശ വാങ്ങാൻ പാടില്ല, ഹറാമ് കാണരുത്, ഹറാമ് കേൾക്കരുത്, സംഗീതം കേൾക്കരുത്, താടി വടിക്കരുത്, പലിശ തിന്നരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ അനാദരിക്കരുത്, കഷ്ടപ്പെടുത്തരുത്. അതേപോലെ തന്നെ ഈ മാസം വളരെ പോരിശയുള്ള മാസമാണ്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഏത് സൽക്കർമ്മങ്ങൾക്കും പടച്ചതമ്പുരാന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പോരിശയുള്ള മാസമാണ്. അതുകൊണ്ട് ഈ മാസങ്ങളിൽ നിങ്ങൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ പ്രത്യേകം പുണ്യകർമ്മങ്ങൾ അധികരിപ്പിക്കണം എന്നുകൂടി അവസരത്തിൽ എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരൊറ്റ വസിയത്ത് മാത്രം നടത്തുന്നു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവീൻ. ഹഖ്ഖ തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ട നിലക്ക് നിങ്ങൾ സൂക്ഷിക്കണേ. വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുതേ. അല്ലാഹു പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിനെ പരിശുദ്ധ ഖുർആനിലൂടെ, റസൂലുള്ളാഹിയുടെ സുന്നത്തിലൂടെ സ്വഹാബത്ത് മനസ്സിലാക്കിയ രൂപത്തിൽ ഈ രാജ്യത്ത് പ്രചരിപ്പിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിച്ച് മാറി നിൽക്കാതെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ നിങ്ങൾ അടുത്തറിഞ്ഞോ, പഠിച്ചോ, ഖുർആൻ പഠിച്ചോ, ഹദീസ് പഠിച്ചോ, ചരിത്രം പഠിച്ചോ. അങ്ങനെ മുസ്ലിമീങ്ങളായി കൊണ്ട് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യണേ എന്ന് ഈ വൈകിയ വേളയിൽ എന്നോടെന്ന പോലെ നിങ്ങളോട് എല്ലാവരോടും വസിയത്ത് ചെയ്തുകൊണ്ട് ദുആയിൽ ഉൾപ്പെടുത്തണം എന്നുകൂടി വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ തമ്പുരാൻ നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടുള്ളൊരു സ്വാലിഹായ അമലായി റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ.
എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റബ്ബുൽ ആലമീൻ നമുക്ക് നൽകുമാറാകട്ടെ. നമ്മളിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക് അല്ലാഹു ആരോഗ്യം നൽകുമാറാകട്ടെ. ആയുസ് വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇൽമിനെ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇസ്ലാമികമായ പ്രവർത്തനങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സത്യത്തെ സത്യമായി പറയാനും അത് പ്രചരിപ്പിക്കാനും അതിന്റെ മാർഗത്തിൽ വേണ്ടി വന്നാൽ രക്തസാക്ഷിയാകുവാനും അർഹമുർ റഹീമീനായ തമ്പുരാൻ നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും അർഹമുർ റഹീമീനായ തമ്പുരാൻ നമുക്ക് മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ بالصالحين والحمد لله رب العالمين. السلام عليكم ورحمة الله